السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، كل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ ബഹ്റൈനിലെ സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. അത്തരത്തിൽ ബോധവൽക്കരണങ്ങൾ നടത്താൻ വേണ്ടിയാണ് സത്യവിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള സംഗമങ്ങൾ, പ്രോഗ്രാമുകൾ, സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നത്. അതിൽ നമ്മൾ സംഗമിക്കുകയും അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട മേഖലകളിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യാൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ സംസാരത്തിൽ പ്രിയങ്കരനായ സഹോദരൻ സജ്ജാദ് ബിൻ അബ്ദുർ റസാഖ് ഇവിടെ വിശദീകരിച്ച വിഷയം കുടുംബത്തിന്റെ പ്രാധാന്യവും കുടുംബത്തിന്റെ മഹത്വവുമാണ്. നമ്മളെല്ലാവരും പ്രവാസികളായി ഇവിടെ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ്. കുടുംബമുള്ള ആളുകളുണ്ട്, കുടുംബമില്ലാത്തവരുണ്ട്. ആരായിരുന്നാലും കുടുംബത്തിനു വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്, കുടുംബത്തിനു വേണ്ടിയാണ് നമ്മൾ പണിയെടുക്കുന്നത്, കുടുംബത്തിനു വേണ്ടിയാണ് നമ്മുടെ നാടും വീടും അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെയും നമ്മുടെ ജീവിതത്തിന്റെ പല സ്വപ്നങ്ങളെയും മാറ്റിവെച്ച് ഈ ഒരു നാട്ടിൽ, അന്യ നാട്ടിൽ വന്ന് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. ഈ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും എൻ്റെ കൂടെ എൻ്റെ കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കുടുംബമില്ലാതെ ബാച്ചിലറായി ഇവിടെ താമസിക്കുന്ന ആളുകൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകും, എൻ്റെ കൂടെ എൻ്റെ കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതല്ലെങ്കിൽ കുടുംബമായി താമസിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഉപ്പയും ഉമ്മയും ഒക്കെ നാട്ടിലായിരിക്കും. എൻ്റെ ഉപ്പയും ഉമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ സഹോദരന്മാരെൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പലരും ആഗ്രഹിക്കാറുണ്ട്. ഇനി അതൊന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമായ ഏതെങ്കിലും ഒരു നിമിഷത്തിലൂടെ നമ്മൾ കടന്നുപോയി, ഒരു നല്ല ഭക്ഷണം നമ്മൾ കഴിച്ചു, ഒരു നല്ല സ്ഥലം നമ്മൾ കാണാൻ പോയി. അപ്പൊ നമ്മുടെ കൂടെ കുടുംബമില്ലെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് ഫാമിലി ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. എന്താണ്? അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുടുംബം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത് ഷെയർ ചെയ്യുന്നത്. സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കൂടെ നമ്മുടെ കുടുംബം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച സ്വർഗലോകത്തേക്ക് പ്രവേശിക്കുമ്പോഴല്ലേ. സ്വർഗം ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും.
ആ സ്വർഗത്തിലേക്ക് ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് എന്റെ പ്രവർത്തനങ്ങൾ മൂലം എനിക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞാൽ അപ്പോൾ എന്റെ കൂടെ എന്റെ കുടുംബം ഉണ്ടാകണമെന്ന് എത്ര ആളുകൾ ആത്മാർത്ഥമായി ചിന്തിച്ചിട്ടുണ്ട്. ഗൗരവമുള്ള വിഷയമാണത്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചു പോയ ഒരു വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അള്ളാഹു പറയാണ്, ഖുൽ ഇന്നൽ ഖാസിറീൻ, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് നഷ്ടം സംഭവിച്ച ആളുകൾ. അള്ളാഹു പറയാണ്, അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വന്തത്തെയും സ്വന്തം കുടുംബത്തെയും നഷ്ടപ്പെട്ടു പോയ ആളുകളാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ച ആളുകൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ശ്രദ്ധേയമായ ഒരു വാചകം കാണാം. ഇബ്നു കസീർ പറയാണ്, നാട്ടിൽ ഒരു നല്ല കുടുംബമായി ജീവിച്ച ആളുകളായിരിക്കാം, ഉപ്പയും മകനും തമ്മിൽ നല്ല ബന്ധമുണ്ടായിരിക്കാം, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ബന്ധമുണ്ടായേക്കാം, ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ആളായിരിക്കും. പക്ഷേ പരലോകത്തെത്തിയപ്പോൾ തഫാറഖു, അവരെല്ലാം വേറെ വേറെയായി. ഉപ്പ വേറെ, മകൻ വേറെ, ഭാര്യ വേറെ, ഭർത്താവ് വേറെ, അങ്ങനെ അവർ വേറെ വേറെയായി. ഫലൽതിഖാ ലഹും അബദാ, അല്ലെ, പ്രവാസ ലോകത്തുനിന്ന് ഒരു വർഷം കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചുപോയി നമ്മുടെ കുടുംബത്തിന്റെ കൂടെ ജീവിക്കാൻ നമുക്കൊരവസരമുണ്ട്. പക്ഷേ പരലോകത്തതാ ഭാര്യ സ്വർഗത്തിലും ഭർത്താവ് നരകത്തിലും, വാപ്പയും ഉമ്മയും സ്വർഗത്തിലും മക്കൾ നരകത്തിലും, അങ്ങനെ ഒരവസ്ഥയുണ്ടായി. അവർ വേർതിരിഞ്ഞു കഴിഞ്ഞാൽ ഫലൽതിഖാ ലഹും അബദാ, പിന്നീട് നമുക്കൊന്നിക്കാനുള്ള ഒരവസരമേ ഇല്ലാത്ത രൂപത്തിൽ അവർ വേറെ വേറെ ആയിത്തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായി ഓരോ ഉപ്പമാരും ചിന്തിക്കണം, ഓരോ ഉമ്മമാരും ചിന്തിക്കണം. എന്റെ കൂടെ നാളെ സ്വർഗത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടാകണം, എന്റെ മക്കൾ എന്റെ കൂടെ ഉണ്ടാകണം, എന്റെ ഉപ്പയും ഉമ്മയും എന്റെ കൂടെ ഉണ്ടാകണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര ബന്ധമുള്ള ഉപ്പയും മകനാണെങ്കിലും, നമ്മൾ എത്ര ബന്ധമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മരണം അത് നമ്മുടെ കൺമുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ രണ്ടും രണ്ടാണ്. പരലോകത്ത് രണ്ടും രണ്ടാണ്. അള്ളാഹു ഒന്നായി കണക്കാക്കുകയില്ല. എന്റെ ഉപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു, എന്റെ ഉപ്പ നല്ല ഒരു പ്രബോധകനായിരുന്നു, എന്റെ ഭാര്യ രാത്രി നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പരലോകത്ത് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്നതല്ലേ. നൂഹ് നബി അലൈഹിസ്സലാം കപ്പലിൽ സഞ്ചരിക്കുന്ന സമയത്ത് തന്റെ സ്വന്തം മകൻ ആ വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നത് നൂഹ് നബി അലൈഹിസ്സലാം കാണുകയാണ്. യാ ബുനയ്യർകബ് മഅനാ, ഒരു സ്വന്തം ഉപ്പ മകൻ മുങ്ങിപ്പോകുന്നത് കാണുന്നു. ഉപ്പ മകനോട് പറയാണ്, യാ ബുനയ്യർകബ് മഅനാ, മോനെ നീ എന്റെ കൂടെ വാ, നമ്മുടെ കൂടെ ഈ കപ്പലിൽ നമുക്ക് ഒന്നിച്ചു പോകാം. മോൻ സമ്മതിക്കുന്നില്ല. മോൻ ഉപ്പാന്റെ സംസാരം കൂട്ടാക്കിയില്ല. നൂഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുകയാണ്. ഒരു പ്രവാചകനാണ് അദ്ദേഹം. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് പറയാണ്, വനാദാ നൂഹുർ റബ്ബഹു, അള്ളാഹുവിന്റെ റസൂൽ മഹാനായ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയാണ്, റബ്ബി ഇന്ന ബനി മിൻ അഹ്ലി വ ഇന്ന വഅദകൽ ഹഖ് വ അൻത അഹ്കമുൽ ഹാകിമീൻ. അള്ളാഹുവേ, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. എന്റെ മകൻ, ആ എന്റെ മകനെ നീ എന്റെ കൂടെ ചേർക്കണം റബ്ബേ. എന്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹു പറഞ്ഞു, യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. ഇല്ല നൂഹ്, നിങ്ങളുടെ ആദർശം സ്വീകരിക്കാത്ത, നിങ്ങളുടെ മാർഗം സ്വീകരിക്കാത്ത, നിങ്ങളുടെ പ്രബോധനം സ്വീകരിക്കാത്ത മകൻ അത് നിങ്ങളുടെ മകനല്ല, അവൻ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവനല്ല. എത്ര ഗൗരവമുള്ള സംസാരമാണ്. അപ്പൊ ദുനിയാവിൽ നമ്മുടെ മക്കൾക്ക് എത്ര നല്ല ബന്ധം നമുക്കുണ്ടായിരുന്നാലും, അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്തു കൊടുത്തിരുന്നാലും, സഹോദരങ്ങളെ, പരലോകത്ത് നമ്മുടെ ആദർശത്തിലല്ല അവരെങ്കിൽ, അവർ നമ്മുടെ കൂടെ തന്നെ ആദർശവും ചര്യയും അതേപോലെ നമ്മുടെ മൻഹജും അനുസരിച്ചല്ല അവരെങ്കിൽ, നാളെ പരലോകത്ത് അവരെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇതിന് സമാനമായ മറ്റൊരു സംഭവം നമുക്ക് കാണാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉപ്പാനെ ജീവിതകാലത്ത് ഒരുപാട് തൗഹീദിലേക്ക് ക്ഷണിച്ചു, ഇബ്രാഹിം നബിയുടെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു. വിഗ്രഹാരാധനയിൽ നിന്ന് മാറി നിൽക്കാൻ ഉപ്പയെ ഒരുപാട് ഉപദേശിച്ചു. ഉപ്പയെ അത് സ്വീകരിച്ചിട്ടില്ല. നമുക്കറിയാം, നാളെ പരലോകത്ത്
ഇബ്രാഹിം നബിയും ഇബ്രാഹിം നബിയുടെ ഉപ്പ ആസറും തമ്മിൽ നടക്കുന്ന ഒരു സംസാരം പരിശുദ്ധ ഹദീസുകളിൽ നമുക്ക് കാണാം. ഇബ്രാഹിം നബി വാപ്പയോട് ചോദിക്കും, ഉപ്പ എത്ര ഞാൻ നിങ്ങളെ ദഅവത്ത് ചെയ്തിട്ടുണ്ട്, യാ അബാ യൗമൽ ഖിയാമ, പരലോകത്ത് വിളിക്കും ഉപ്പ, എത്ര ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ആദർശം ഒന്ന് സ്വീകരിക്ക്, എന്റെ മാർഗത്തിലേക്കൊന്ന് കടന്നു വരണം എന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു വാപ്പ. അലം അഖുല്ലക ലാ തഅസിനി, ഉപ്പ എന്നെ ധിക്കരിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞു ഉപ്പ, നിങ്ങൾ എന്താണ് എന്നെ അനുസരിക്കാത്തത് എന്ന് ഇബ്രാഹിം നബിയോട് ചോദിക്കുമ്പോ ഇബ്രാഹിം നബിയുടെ ഉപ്പ പറയും, മോനെ, ദുനിയാവിൽ ഞാൻ നിന്നെ ധിക്കരിച്ചിട്ടുണ്ട്, പക്ഷെ ഇന്ന് നീ എന്നോട് പറഞ്ഞാൽ ഞാൻ നീ പറഞ്ഞത് അനുസരിക്കാം, നിന്നെ ഞാൻ അനുസരിക്കാം, നിന്നെ ഞാൻ ധിക്കരിക്കൂല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം ഉപ്പയല്ലേ, ഇബ്രാഹിം നബിക്ക് ഒരു പ്രതീക്ഷ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ, അള്ളാഹുവേ നീ എന്നെ പരലോകത്തൊരിക്കലും നിന്ദിക്കുകയില്ല എന്നെനിക്കൊരു വാഗ്ദാനം നീ തന്നിരുന്നു. എന്റെ ഉപ്പ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ, എന്റെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതിനേക്കാളും വലിയ ഒരു നിന്ദ്യത എനിക്ക് വേറെ ഇല്ല. അതുകൊണ്ട് എന്റെ ഉപ്പാനെ നീ ഒന്ന് കാക്കണം, എന്റെ ഉപ്പാനെ നീ ഒന്ന് സ്വർഗത്തിലേക്ക് എന്റെ കൂടെയാക്കണം എന്ന് പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് താക്കീത് നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് താക്കീത് നൽകുന്നതാണ് നമ്മൾ ഹദീസിൽ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, സഹോദരന്മാരെ, നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്വർഗ അവകാശികളാകുന്ന സമയത്ത് നമ്മുടെ കുടുംബം നമ്മുടെ കൂടെ ഉണ്ടാകണമെങ്കിൽ അവർ നമ്മൾ സ്വീകരിച്ച ആദർശത്തിലായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ, വത്തബഅതു ദുർരിയതുഹും ബിഈമാൻ, അവർ വിശ്വസിക്കുകയും അവരുടെ കുടുംബം അവർ വിശ്വസിച്ച അതേ ആദർശത്തിൽ വിശ്വസിക്കുന്നു, അവർ വിശ്വസിച്ച അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്നു, അവർ വിശ്വസിച്ച അതേ തൗഹീദിൽ അവർ വിശ്വസിക്കുന്നു. അങ്ങനെ ഉപ്പയും മക്കളും ഒരേ ആദർശത്തിലാണ് എങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, അവരെയും അവരുടെ കുടുംബത്തെയും നാളെ ഞാൻ പരലോകത്ത് ഒന്നിപ്പിക്കും. അവർ ഒരേ കുടുംബമായി സ്വർഗത്തിലേക്ക് പോകും. ഭാര്യയുടെ കൈപിടിച്ച് മക്കളുടെ കൈപിടിച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും. അള്ളാഹു പറഞ്ഞ നിബന്ധന എന്താ? വത്തബഅതു ദുർരിയതുഹും ബിഈമാനിഹിം, ഉപ്പാനെ പോലെ നല്ല കച്ചവടക്കാരനായാൽ മക്കളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാമെന്നല്ല, ഉപ്പയെപ്പോലെ നല്ല ഒരു എഞ്ചിനീയർ ആയാൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്നല്ല, ഉപ്പയുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നല്ല റാങ്കോടുകൂടി പാസ്സായ മക്കളാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാമെന്നല്ല. ഈമാനിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ, തൗഹീദിന്റെ കാര്യത്തിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെയാണെങ്കിൽ അവരെ നമുക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇവിടെ അടിസ്ഥാനം. അപ്പൊ നമ്മളൊക്കെ പറയും, എന്റെ മകൻ എല്ലാം പഠിച്ചു മനസ്സിലാക്കിയ മകനാണ്, ചെറുപ്പം മുതലേ തൗഹീദ് മനസ്സിലാക്കിയവനാണ്, എന്റെ മോന് തെറ്റിലേക്കൊന്നും പോവുകയില്ല, എന്റെ മകന്റെ ആദർശമൊന്നും തെറ്റിപ്പോവുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം. ആരാണ് ഇബ്രാഹിം നബി? തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി ഭൂമിയിൽ വന്ന മഹാനായ പ്രവാചകൻ. ആ ഇബ്രാഹിം നബിയിലേക്കാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും തന്റെ ആദർശത്തെ ചേർത്ത് പറഞ്ഞത്. ഹനീഫിയ എന്ന് പ്രവാചകൻ പറഞ്ഞു. ആ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാണ്, അല്ലാഹുവേ വജുനുബ്നിയ, നീ എന്നെ സംരക്ഷിക്കണേ അല്ലാ, നീ എന്നെ കാത്തുകൊള്ളണേ അല്ലാ, വബനിയ, എന്നെ മാത്രമല്ല എന്റെ തലമുറയെ എന്റെ മക്കളെയും നീ കാത്തുകൊള്ളണേ അല്ലാ. എന്നിൽ നിന്ന് അന്നഅ്ബുദൽ അസ്നാം, വിഗ്രഹത്തെ ആരാധിക്കുന്നതിൽ നിന്ന് നീ നമ്മളെ കാക്കണേ അല്ലാ, എന്നെയും എന്റെ കുടുംബത്തെയും കാക്കണേ അല്ലാ എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ച് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാചകം അദ്ദേഹം പറയാണ്, അല്ലാഹു അക്ബർ ഇമാമുൽ മുവഹിദീൻ. ഇത് പ്രാർത്ഥിക്കുന്നത് മുവഹിദീങ്ങളുടെ ഇമാമായ പ്രവാചകനാണ്. അല്ലദീ ഹത്തമൽ അസ്നാമ. ആരാണ് ആ പ്രവാചകൻ? ആ പ്രവാചകൻ വിഗ്രഹങ്ങളെ തച്ചുടച്ച് തൗഹീദിനെ സ്ഥാപിക്കാൻ വേണ്ടി ആളുകൾക്ക് മുമ്പിൽ വിഗ്രഹങ്ങളെ തച്ചുടച്ച പ്രവാചകൻ. വല്ലദീ ജാഹദ ലികൈ ലാ യുഅബദ ഇല്ലല്ലാഹ്. അല്ലാഹു മാത്രം ആരാധിക്കപ്പെടാൻ വേണ്ടി പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച പ്രവാചകൻ. ആ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ എന്നെയും എന്റെ മക്കളെയും നീ വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിക്കണേ.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്റെ മക്കളെ ചെറുപ്പം മുതലേ അവരെ ഞാൻ തൗഹീദ് പഠിപ്പിക്കുന്ന, നല്ല വിശ്വാസം പഠിപ്പിക്കുന്ന, നല്ല അഖീദ പഠിപ്പിക്കുന്ന സ്കൂളിലേക്കാണ് ഞാൻ പറഞ്ഞയച്ചത്, അല്ലെങ്കിൽ മദ്രസകളിലേക്കാണ് ഞാൻ പറഞ്ഞയച്ചത്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് അതൊന്നും സംഭവിക്കുകയില്ല എന്നൊരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. ഇമാമുൽ മുവഹ്ഹിദീനായ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളും അതിനെ പേടിക്കേണ്ടതുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് ജാഗ്രതയിലാകേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ മക്കളെ, നമ്മുടെ സന്താനങ്ങളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെ വിശദീകരിച്ചില്ലേ, ഒരാൾ മരിച്ചു കഴിയുമ്പോ 3 കാര്യങ്ങൾ അവന് ബാക്കിയാകും, അല്ലെങ്കിൽ മരിച്ചാലും അവന്റെ ഖബറിലേക്ക് കൂലി ലഭിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. എന്താണത്? രണ്ടാമത് എണ്ണിയത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. നമ്മൾ മരിച്ചാൽ നമ്മുടെ ഖബറിലേക്ക് ഉപകാരപ്പെടുന്നത്, പ്രവാചകൻ പറഞ്ഞത്, ഭൗതികമായി ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിയ മകൻ എന്നല്ല. നിങ്ങളുടെ കച്ചവടം നോക്കാൻ കഴിയുന്ന ഒരു മകനുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു എന്നല്ല. വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഉപ്പ മരിച്ചാലും ഉപ്പയുടെ ഖബറിന്റെ അടുത്ത് വന്ന് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ, ഉപ്പ മരിച്ചാലും 5 വക്ത് നമസ്കാരങ്ങളിൽ ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ, അതുണ്ടോ? അതാണ് നിങ്ങളുടെ വിജയം എന്നാണ് ഇവിടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഉപ്പയോ ഉമ്മയോ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു വിചാരണ നടത്താം. ഒരു മിനിറ്റിന്റെ ഉള്ളിൽ ഒരു വിചാരണ നടത്താം. ഞാൻ എന്റെ ഉപ്പാക്കും ഉമ്മാക്കും ഒരു സാലിഹായ മകനാണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കാം. ഉപ്പയും ഉമ്മയും മരിച്ചുപോയ ആളുകൾ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ഇതാ ഇശാ നമസ്കാരം വരെ 5 വക്ത് നമസ്കാരം നമ്മൾ പൂർത്തിയാക്കി. ഏത് നമസ്കാരത്തിലാണ് മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചത്? മരിച്ചുപോയ ഉമ്മാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നാളെ പരലോകത്ത് ചില ഉപ്പമാരും ചില ഉമ്മമാരും ഉണ്ടാകും. അവർ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ സ്ഥാനങ്ങളിലേക്ക് അവരിങ്ങനെ എത്തും. അള്ളാഹു അവർക്ക് വലിയ വലിയ ദറജകൾ ഇങ്ങനെ കൊടുക്കും. അവർക്ക് തന്നെ സംശയം, അള്ളാഹു എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ ലഭിക്കുന്നത്? അതിന് മാത്രം പ്രവർത്തനങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ. അവരല്ലാഹുവിനോട് ചോദിക്കുമെന്നാണ്. അള്ളാഹു അവരോട് പറയും, ഇതാ നീ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല നിനക്ക് ഈ സ്ഥാനം ലഭിക്കുന്നത്. ബിസ്തിഗ്ഫാരി വലദിക ലക്. നിന്റെ മക്കൾ നീ മരിച്ചതിന് ശേഷം നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തിരുന്നു. അല്ലാഹ് എന്റെ ഉപ്പാക്ക് നീ പൊറുത്തു കൊടുക്കണേ എന്ന് നിരന്തരമായി നിന്റെ മക്കൾ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹ് എന്റെ ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ എന്ന് നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അത് കാരണമാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥാനങ്ങളും മഹത്വങ്ങളും ലഭിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മരിച്ചാൽ നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ അവരോട് നമ്മൾ ഇത് ചോദിക്കണം. അവരുടെ വിശ്വാസം ക്ലിയർ ആണോ? അവരുടെ തൗഹീദ് ക്ലിയർ ആണോ? അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ക്ലിയർ ആണോ? അവരുടെ ഈമാൻ ക്ലിയർ ആണോ? അള്ളാഹുവിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം എന്താണ്? നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് വലിയ മാതൃകകളുണ്ട്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിൽ കാണാം. യാക്കൂബ് നബി അലൈഹിസ്സലാം ആരാണ്? അള്ളാഹുവിന്റെ പ്രവാചകനാണ്. യാക്കൂബ് നബിന്റെ മക്കളാരാണ്? അവർ പ്രവാചകന്മാരാണ്, അല്ലെങ്കിൽ നുബുവത്ത് ലഭിച്ച ആളുകളുണ്ട്. അവരെ വിളിച്ച് യാക്കൂബ് നബി മരണാസന്നനായി കിടക്കുന്ന സമയത്ത് അവരോട് ചോദിക്കുകയാണ്, ഇത് ഹളറ യാക്കൂബൽ മൗതു. യാക്കൂബ് നബി അലൈഹിസ്സലാമിന് മരണാസന്നമായ സമയത്ത് പറഞ്ഞു, ഇത് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. തൗഹീദിൽ വളർന്ന, തൗഹീദിന് വേണ്ടി ജീവിച്ച മക്കളോട് യാക്കൂബ് നബി ചോദിക്കുന്ന ചോദ്യം, മാ തഅബുദൂന മിൻ ബഅദി. എന്റെ മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? യാക്കൂബ് നബിയുടെ പേടിയാണ്. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ നിന്ന്, ഈ തൗഹീദിൽ നിന്ന് മാറിപ്പോകുമോ എന്ന പേടിയായിരിക്കാം. യാക്കൂബ് നബി ചോദിക്കുകയാണ്, മാ തഅബുദൂന മിൻ ബഅദി. നമ്മൾ ചോദിച്ചിട്ടുണ്ടോ മക്കളോട്, എന്താണ് മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നിനക്കറിയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന്? നിസ്കാരത്തിന്റെ ഷർത്തുകൾ, നിസ്കാരത്തിന്റെ ഫർളുകൾ, ഇതൊക്കെ നിങ്ങൾക്കറിയോ? നമ്മൾ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? മദ്രസയിലേക്ക് അവരെ പറഞ്ഞയക്കുന്നു എന്നല്ലാതെ എന്താണ് അവർ മദ്രസയിൽ പഠിക്കുന്നത്? മദ്രസയിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ടോ? നമ്മൾ എത്ര ആളുകൾ ആ വിഷയത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്? മദീനയിലെ അറിയപ്പെട്ട ഒരു പണ്ഡിതനാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം, അദ്ദേഹം പറയാണ്, സ്വന്തം മക്കളെ ഫാത്തിഹ പഠിപ്പിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളാണ് എന്ന്. നമ്മൾ എന്ത് ചെയ്യും? ഒരു 6 വയസ്സോ 7 വയസ്സോ ആയിക്കഴിഞ്ഞാൽ അവരെ മദ്രസയിലേക്ക് നമ്മൾ പറഞ്ഞയക്കും.
പിന്നെ ഒരു 5, 6, 7 വർഷം മദ്രസയിൽ അവരെന്താണോ പഠിപ്പിക്കുന്നത് അതാണ് അവർക്ക് ദീന്. അത് മാത്രമേ അവർക്ക് ദീനായി ലഭിക്കുന്നുള്ളൂ. വീട്ടിൽ നിന്ന് അവർക്ക് ദീനായി ഒന്നും ലഭിക്കുന്നില്ല. സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറയാണ്, ഒരു ബുദ്ധിയുള്ള ഉപ്പയാണെങ്കിൽ, ഒരു ബുദ്ധിയുള്ള ഉമ്മയാണെങ്കിൽ അവർക്ക് ആദ്യമായി ഫാത്തിഹ പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരായിരിക്കും. കാരണം എന്താ? എത്ര കാലം, മരണം വരെ ആ മകൻ നമസ്കാരത്തിൽ ഫാത്തിഹ ഓതുമ്പോ അതിന്റെ കൂലി ഈ മാതാപിതാക്കൾക്ക് അഥവാ നമുക്ക് ലഭിക്കും. എത്ര വലിയ മഹത്വമാണ്. പക്ഷേ ആ കൂലി ഇന്ന് മദ്രസയുടെ അധ്യാപകന്മാരോ സ്കൂളിലെ ടീച്ചർമാരോ ആണ് ആ കൂലി കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് വളരെ സങ്കടകരമായ കാര്യം. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്താനും അവർക്ക് ഇസ്ലാമികമായ അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ തയ്യാറാകണം. അപ്പോൾ നമ്മുടെ ജീവിതകാലത്ത് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരുടെ നമസ്കാരങ്ങളിൽ അവർ പ്രാർത്ഥിക്കും, റബ്ബി റഹ്മഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉപ്പയും ഉമ്മയും എന്നെ വളർത്തിയതുപോലെ അവരുടെ മേൽ നീ കരുണ ചൊരിയണേ അല്ലാഹ് എന്ന് നമ്മുടെ മക്കൾ പ്രാർത്ഥിക്കും. അതെപ്പോഴേ കഴിയുള്ളൂ? അവർക്ക് ഈ രൂപത്തിൽ ഇസ്ലാമികമായ ശിക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം. അവരുടെ തൗഹീദും ലാ ഇലാഹ ഇല്ലല്ലയും അവരുടെ ഈമാനും വിശ്വാസവും ക്ലിയർ ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അതിലേറ്റവും കൂടുതൽ നേരത്തെ ബഹുമാനനായ സഹോദരൻ അതിലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഏതൊക്കെ മേഖലകൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത്. അതിലൊരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ അതിലേറ്റവും ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഷിർക്ക് എന്ന് പറയുന്ന ഭയാനകമായ ആ ആപത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ തൗഹീദിലേക്ക് നമ്മുടെ കുടുംബത്തെ, നമ്മൾ മരിച്ചാലും അവർ തൗഹീദിൽ അടിയുറച്ചു നിൽക്കണം. കാരണം നമ്മൾ ചിലപ്പോൾ തൗഹീദ് സ്വീകരിച്ചിട്ടുണ്ടാകാം. നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾ അവർ തൗഹീദുള്ള ആളുകളായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ മരണശേഷം അവരെ നോക്കാൻ ഒരാളില്ല. പിന്നീട് നമ്മുടെ കുടുംബക്കാരായിരിക്കും അവരെ ഏറ്റെടുക്കുന്നത്. ആ സമയത്ത് അവരുടെ തൗഹീദ് ചോർന്നു പോകാൻ പാടില്ല. അവർ നാളെ പരലോകത്ത് നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ അള്ളാഹുവെ എന്തുകൊണ്ടാണ് എന്റെ കുടുംബം എന്റെ കൂടെ ഇല്ലാത്തത് എന്ന് റബ്ബിനോട് ചോദിക്കുമ്പോ ഒരിക്കലും നമുക്കൊരു ഉത്തരം ലഭിക്കാൻ പാടില്ല. നിങ്ങൾ തൗഹീദ് അവന് പഠിപ്പിച്ചു കൊടുത്തിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ മുവഹിദായിരുന്നു. നിങ്ങളുടെ മരണശേഷം അവരെ കുടുംബക്കാരേറ്റെടുത്തു, അവരാ തൗഹീദിൽ നിന്നൊക്കെ മാറിപ്പോയി എന്ന ഒരു സംശയം, എന്ന ഒരു സംസാരം നമ്മൾ കേൾക്കാൻ പാടില്ല. എങ്കിൽ സഹോദരങ്ങളെ, തൗഹീദ് നമ്മുടെ മക്കൾക്ക് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് തൗഹീദ് എന്നവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കണം. എന്താണ് ഷിർക്ക് എന്ന് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലദീന ആമനു വലം യൽബസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. വിശ്വസിച്ച ആളുകൾക്ക് സ്വർഗമുണ്ട് എന്നല്ല അല്ലാഹു പറഞ്ഞത്. വിശ്വസിച്ച ആളുകൾക്ക് നിർഭയത്വമുണ്ട് എന്നല്ല അല്ലാഹു പറയുന്നത്. വിശ്വസിക്കുകയും വലം യൽബസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ ദുൽമ് കൂടിച്ചേരാൻ പാടില്ല, അങ്ങനെയുള്ള ആളുകൾക്ക് നിർഭയത്വമുണ്ട് എന്നാണ് അല്ലാഹു പറയുന്നത്. എന്താണ് ദുൽമ്? അത് ഷിർക്കാണ്. അപ്പൊ വിശ്വസിച്ചാൽ മാത്രം പോരാ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ഷിർക്ക് കലരാതെ ശുദ്ധ മുവഹിദായിട്ടാണോ നമ്മൾ ജീവിക്കുന്നത്, എങ്കിലേ നമുക്ക് സ്വർഗമുള്ളൂ. അത് മനസ്സിലാക്കിയവരായിരിക്കാം ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം മാതാപിതാക്കളും. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെയും കൂടിയത് നമ്മൾ പഠിപ്പിക്കണം. നമ്മുടെ ഭാര്യയെ നമ്മളത് പഠിപ്പിക്കണം. നമ്മുടെ മക്കളെ നമ്മളത് പഠിപ്പിക്കണം. എന്താണ് സഹോദരന്മാരെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഷിർക്ക് പണ്ഡിതന്മാർ ഷിർക്കിനെ നിർവചിച്ചു, തശ്ബീഹുൽ ഖാലിഖി ബിൽ മഖ്ലൂഖ്. ഖാലിഖായ റബ്ബിനെ മഖ്ലൂക്കിനോട് നിങ്ങൾ സാദൃശ്യപ്പെടുത്തലാണ് ഷിർക്ക്. ഖാലിഖായ റബ്ബ്, അവന് ചില വിശേഷണങ്ങളുണ്ട്. അവന് ചില വിശേഷണങ്ങൾ എന്താണ്? മിൻ മുൽക്കി ദുർരി വന്നഫഇ വൽ അതാഇ വൽ മൻ. നമ്മൾ ചോദിക്കുന്നതെല്ലാം ഒരു കാര്യകാരണ ബന്ധമില്ലാതെ നമുക്ക് തരാൻ കഴിയുന്നവരാണ് നമ്മുടെ റബ്ബ്. നമുക്ക് തരുന്നവനും നിഷേധിക്കുന്നവനും അതേപോലെ നമ്മെ നിയന്ത്രിക്കുന്നവനുമെല്ലാം നമ്മുടെ റബ്ബാണ്. ആ വിശ്വാസമാണ് അല്ലെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ നമസ്കാരം, നമ്മുടെ നേർച്ച, നമ്മുടെ വഴിപാടുകളെല്ലാം ആ അള്ളാഹുവിന് മാത്രമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഷിർക്ക് എന്ന് പറയുന്നത്. ആ ഷിർക്ക് ഇന്ന് സമൂഹത്തിൽ നടക്കുന്നില്ലേ? നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. ഇത് നമ്മളും കൂടി പഠിക്കാനുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ വിശദീകരിക്കുന്നത്. ആ ഷിർക്ക് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ലേ? നോക്കൂ നിങ്ങൾ, അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മരിച്ചുപോയ മഹാന്മാരെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഔലിയാക്കളെയും ഒക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാചകം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരെ വിളിച്ചു പ്രാർത്ഥിച്ചാലും അവരൊന്നും ഫലാ യംലികൂന കശ്ഫദ്ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങൾ ആരെ അല്ലാഹു അല്ലാതെ ആരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നീക്കാൻ അവർക്ക് കഴിയുകയില്ല. മാത്രമല്ല, ആ ബുദ്ധിമുട്ടുകൾ നീക്കാനോ അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ മാറ്റി മറ്റെന്തെങ്കിലും രൂപത്തിലേക്ക് നിങ്ങളെ മാറ്റാനോ
അവർക്ക് കഴിയുകയില്ല. അങ്ങനെ മരിച്ചുപോയ ആളുകൾ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. അതിന്റെ ചരിത്രമൊന്നും നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 5-10 വർഷങ്ങൾ പണ്ട് മുതലേ ഇത്തരത്തിലുള്ള മേഖലയിൽ ഇടപെടുന്ന ആളുകൾക്കറിയാം, അന്നൊന്നും മഹാത്മാക്കളെയോ മരിച്ചുപോയ അമ്പിയാക്കളെയോ വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല. അന്ന് തവസ്സുലാണ്, അവരുടെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് ചോദിക്കുക. അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാർ അവർ വലിയ ശ്രേഷ്ഠരായ ആളുകളാണ്, അവരുടെ ഖബറിന്റെ അടുത്ത് പോയി നമ്മൾ അള്ളാഹുവിനോട് ഒരു കാര്യം ചോദിച്ചാൽ അള്ളാഹു അത് പെട്ടെന്ന് തരും എന്ന വിശ്വാസമായിരുന്നു കുറച്ച് കാലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതെവിടെ എത്തി? ആ മരിച്ചുപോയ ആളുകൾ അവർക്ക് അള്ളാഹു കറാമത്ത് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവാചകന്മാരാണെങ്കിൽ മുഅ്ജിസത്ത് നൽകിയിട്ടുണ്ട്. ആ മുഅ്ജിസത്തിന്റെയും കറാമത്തിന്റെയും അടിസ്ഥാനത്തിൽ അവർ നമ്മെ സഹായിക്കുമെന്ന വിശ്വാസത്തോടു കൂടി അവരോട് നമുക്ക് ഇസ്തിഗാസ ചെയ്യാം, അല്ലെ? പ്രാർത്ഥന അഥവാ അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യം മരിച്ചുപോയ ആളുകളോട് നമുക്ക് ചോദിക്കാം എന്ന വിശ്വാസത്തിലേക്ക് അവരെത്തിപ്പെട്ടു. നമ്മുടെ നാട്ടിൽ അത് വിശാലമായി കൊണ്ട് പല രൂപത്തിലും പല മേഖലയിലും നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. വളരെ പ്രസിദ്ധമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒന്നാണല്ലോ കുത്തുബിയത്ത്. കുത്തുബിയത്ത് നടക്കുന്ന സമയത്ത് ആ കുത്തുബിയത്തിലൂടെ പറയുന്ന വാചകങ്ങൾ എന്താണ്? മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ പറയപ്പെടുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം പറഞ്ഞു എത്രേ, വമൻ യുനാദിസ്മി അൽഫൻ ബിഖൽവതിഹി അജബ്തുഹു മുസ്രിആ മിൻ ഗൈരി അജബ്തുഹു മുസ്രിആ. വമൻ യുനാദിസ്മി, ആരെങ്കിലും എന്റെ പേര് അൽഫൻ ബിഖൽവതിഹി, അവന്റെ രഹസ്യമായി കൊണ്ടൊറ്റക്കിരുന്ന് എന്റെ പേര് 1000 തവണ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അജബ്തുഹു മുസ്രിആ, അപ്പോൾ തന്നെ അവന് ഞാൻ ഉത്തരം നൽകുന്നതാണ് എന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു എന്ന്. അത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ, അത് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നോക്കൂ നിങ്ങൾ, ഇത് ആരുടെ വിശേഷണമാണ്? ഏത് സന്ദർഭത്തിലും ഏത് സാഹചര്യത്തിലും വിളിച്ചാൽ ഉത്തരം നൽകുക എന്നുള്ളത് ആരുടെ വിശേഷണമാണ് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ വിശേഷണമല്ലേ? അള്ളാഹു എന്താ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്? ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നെ വിളിച്ചുകൊള്ളുക, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചു കൊള്ളുക, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം ചെയ്യാമെന്ന് അള്ളാഹു പറഞ്ഞ വിശേഷണത്തെ അള്ളാഹുവിന്റെ ഒരു വലിയിന്റെ പേരിൽ, അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയുടെ പേരിൽ കെട്ടിച്ചമച്ചു. അങ്ങനെ മുസ്ലിം നാട്ടിലെ മുസ്ലിം വീട്ടിലെ ആളുകൾ അങ്ങനെ വിളിക്കാൻ തുടങ്ങി. ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകളും നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ നാട്ടിൽ നിന്ന് വരുന്ന തലേ ദിവസം രാത്രി വീട്ടിൽ നിന്നിരുന്നു കൊണ്ട് 1000 തവണ മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചുകൊണ്ട് വന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത ആളുകൾ ഇവിടെ ഉണ്ടാകും. സഹോദരങ്ങളെ, ആ വിശ്വാസം ശരിയാണോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന് നൽകേണ്ട ഒരു വിശേഷണം, അള്ളാഹുവിന് മാത്രം അർഹതപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിന്റെ വലിയനോ അള്ളാഹുവിന്റെ പ്രവാചകനോ നൽകുന്നത് എത്രത്തോളം ശരിയാണ്? നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് ഞാൻ പറയുന്നത്, ഈ ഷിർക്കിന്റെ ചരിത്രം എന്ന് പറയുന്നത് തവസ്സുലിൽ നിന്ന് തുടങ്ങി ഇസ്തിഗാസയിൽ അവിടെ അവസാനിച്ചിട്ടില്ല. മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നിവിടത്തല്ല അവസാനിച്ചത്. നമ്മൾ വിചാരിക്കും അവിടെ അവസാനിച്ചിട്ടുണ്ടെന്ന്. ഇല്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹു മക്ക മുശ്രിക്കുകളെ കുറിച്ച് പറയുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കേണ്ടതുണ്ട്. അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിനോട് പറയാൻ, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്, മയ്യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമിയിൽ നിന്ന്, ആകാശത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവരാരാണ്? അമ്മൻ യംലികു സമഅ വൽ അബ്സാർ, നിങ്ങളുടെ കേൾവിയെയും കാഴ്ചയെയും നിയന്ത്രിക്കുന്നതാരാണ്? വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വയുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവരും ആരാണ്? വമൻ യുദബ്ബിറുൽ അംർ, ലോകത്തെ നിയന്ത്രിക്കുന്നതാരാണ്? 5 കാര്യങ്ങളാണ് ഈ ആയത്തിലുള്ളത്. 5 കാര്യങ്ങൾ പ്രവാചകനോട് അള്ളാഹു പറയുകയാണ്, പ്രവാചകരെ, നിങ്ങൾ മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കണം, ആരാണിത്? നിങ്ങളെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നത്, ലോകത്തെ നിയന്ത്രിക്കുന്നത്, നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നത്, ഇതൊക്കെ ആരാണ് എന്ന് മക്കത്തെ മുശ്രിക്കുകളോട് ചോദിക്കണം. ചിലപ്പോ ഈ ആയത്ത് ഇതിനു മുമ്പ് കേൾക്കാത്ത ആളുകൾ ചിലപ്പോ ചിന്തിക്കും, അപ്പൊ തന്നെ മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിട്ടുണ്ടാകും ലാത്തയാണ്, അല്ലെങ്കിൽ ഉസ്സയാണ്, അല്ലെങ്കിൽ മനാത്തയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. എന്നാൽ അതല്ല. അള്ളാഹു തന്നെ പറയാണ്, പ്രവാചകരെ, നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പറയും ഫസയഖൂലൂന അല്ലാഹ്, അള്ളാഹു ആണെന്ന് അവർ ഉത്തരം പറയും. ആകാശഭൂമിയെ നിയന്ത്രിക്കുന്നതും അതേപോലെ മഴ വർഷിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നതൊക്കെ അള്ളയാണെന്ന് ആര് പറയും? മക്കയിലെ മുശ്രിക്കുകൾ പറയും എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ഈ ആയത്തിൽ പറഞ്ഞ 2 കാര്യങ്ങൾ മാത്രം
നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ഒന്ന്, വമൻ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതാരാണ് എന്ന ചോദ്യം. മക്കയുടെ മുശ്രിക്കിന്റെ ഉത്തരം അല്ലാഹ് എന്നായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നത് ലോകത്തെ നിയന്ത്രിക്കുന്നത് CM മടവൂർ എന്ന് മടവൂരിൽ മൺമറഞ്ഞ ഒരു വ്യക്തിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിൽ ഇന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ? ചില ആളുകൾ ഇത് പ്രസംഗിക്കുന്നുണ്ട്. CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന വിശ്വാസമാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ചില ഔലിയാക്കൾ CM മടവൂറോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ചില ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർ വിശ്വസിക്കുന്നത് ആൺകുട്ടിയെ കൊണ്ടുപോയി കൊടുത്താൽ, ആൺകുട്ടിയെ കൊണ്ടുപോയി എനിക്ക് പെൺകുട്ടിയാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കുട്ടിയെ പെണ്ണാക്കി ആ വലിയ തിരിച്ചയക്കും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയുമോ സഹോദരങ്ങളെ? ഇനി ഈ ശിർക്കിന്റെ ചരിത്രം പ്രിയപ്പെട്ടവരെ ഇവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ലോകം നിയന്ത്രിക്കുന്നത് അള്ളയല്ലാത്ത ഒരാളാണെന്ന് പറയുന്നതോടുകൂടി ഈ ശിർക്കിന്റെ ചരിത്രം അവസാനിച്ചിട്ടുണ്ടാകുമെന്ന്. ഒരിക്കലുമില്ല. അവിടെയും അവസാനിച്ചിട്ടില്ല. ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും പ്രചാരണം നേടിയ ഒരു പാട്ടുണ്ടായിരുന്നു. എന്താണ് ആ പാട്ട്? മടവൂരാരാ പടച്ചോനാണോ ചോദിക്കുന്നവരോട് ഈ ചെല്ലൂ, അതെ അതെ മടവൂരാണ് ഞങ്ങളെ പടച്ചോന്. അവിടെ എത്തി. എന്താണ്? ആളുകൾ ചോദിക്കുന്നുണ്ട്, മടവൂരിനെ കുറിച്ച് നിങ്ങൾ കുറെ പറയുന്നുണ്ടല്ലോ, മടവൂരിനെ കുറിച്ച് നിങ്ങൾ കുറെ പ്രസംഗിക്കുന്നുണ്ടല്ലോ, മടവൂരാര നിങ്ങളുടെ പടച്ചോനാണോ എന്ന് നിങ്ങളോട് ആളുകൾ ചോദിച്ചാൽ നിങ്ങൾ പറയണം അതെ അതെ മടവൂര് ഞങ്ങളുടെ പടച്ചോനാണെന്ന് പറയണം എന്ന ഇടത്തേക്ക് മുസ്ലിം സമുദായം എത്തിപ്പെട്ടു. അല്ലേ? ആലോചിച്ചു നോക്കണം. എത്ര ഗൗരവമുള്ള കാര്യമാണ്, എത്ര ഗംഭീരമായ കാര്യമാണ്. അള്ളാഹുവാണ് മക്കയിലെ മുശ്രിക്ക് പോലും പറയാത്ത വാചകം, മടവൂര് നമ്മുടെ പടച്ചോനാണ് എന്ന്. അപ്പൊ ചില ആളുകൾ പറയും അത് അദ്ദേഹത്തിന്റെ മരണശേഷം ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കിയ ഒരു കവിതയല്ലേ, അതിനെ പല പണ്ഡിതന്മാരും എതിർത്തിട്ടില്ലേ എന്ന് പറയും. എന്നാൽ CM മടവൂരിന്റെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് കാണാം, ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു എന്നാണ്, അനല്ലാഹ്, ഞാൻ അള്ളാഹു ആണെന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അത് അദ്ദേഹത്തിന്റെ കറാമത്തായിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പ്രചരിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കണം. ഈ വിശ്വാസം കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമോ? അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. അവിടെ അവസാനിച്ചിട്ടില്ല. ഒരു 3 ആഴ്ചകൾക്ക് മുമ്പ് അതേ വ്യക്തി, മടവൂര് പടച്ചോനാണെന്ന് പറഞ്ഞ അതേ വ്യക്തി പുതിയ ഒരു പാട്ടുമായി വന്നു. മടവൂര് പറഞ്ഞു അത്രേ, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് 313 ബദരീങ്ങൾക്ക് സമമായി, 313 ബദരീങ്ങൾക്ക് സമാനമായി ഞാൻ ഒറ്റക്ക് മതി എന്ന് ആ CM മടവൂര് ജീവിതകാലത്ത് പറഞ്ഞു എന്നാണ്. ആ 313 ബദരീങ്ങളിൽ ആരുണ്ട്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ഈ ഉമ്മത്തിന്റെ ഒന്നാമത്തെ വലിയായ അബൂബക്കർ സിദ്ദീഖ് ഉണ്ട്, ഉമർ ബിൻ ഖത്താബ് ഉണ്ട്, ഉസ്മാൻ ഉണ്ട്, അലി ഉണ്ട് റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഈ സ്വഹാബികൾ അടങ്ങുന്ന 313 ബദരീങ്ങൾക്ക് സമാനമായി അല്ലെങ്കിൽ ബദരീങ്ങൾക്ക് പകരമായി ഞാൻ ഒറ്റക്ക് മതി എന്ന് CM മടവൂർ പറഞ്ഞു അത്രേ. ഈ വിശ്വാസത്തെ, ഈ ആശയത്തെ ഏത് അളവുകോൽ വെച്ചാണ് സഹോദരന്മാരെ നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മളെ കൊണ്ടൊരു വിശ്വാസിയായ മനുഷ്യനെ കൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വസിക്കാൻ കഴിയുമോ? ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രസംഗത്തിൽ ഒരു വ്യക്തി പ്രസംഗിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ ഒരു വലിയനെ കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ആ വലിയന്റെ പ്രത്യേകത അറബിയിലെ ഇബാറത്തുകളൊക്കെ വായിച്ചിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് കേട്ടാൽ തോന്നും ഏതോ ഒരു ഹദീസാണ് ഇദ്ദേഹം വായിക്കുന്നത് എന്ന്, അല്ലെങ്കിൽ ഏതോ ഒരു ഇമാമിന്റെ ഗ്രന്ഥമാണ് ഇദ്ദേഹം വായിക്കുന്നതെന്ന് തോന്നിപ്പോകും. അദ്ദേഹം പറയാണ്, ആ വ്യക്തിയുടെ അഹ്സനു മിൻ അൻ തറല്ലാഹ 70 മറ, അള്ളാഹുവിനെ 70 പ്രാവശ്യം കാണുന്നതിലും നല്ലതാണ് ഈ വലിയന്റെ മുഖത്തേക്ക് നോക്കുന്നത്. നഊദു ബില്ലാഹ്. ഒരാൾ പ്രസംഗിക്കുകയാണ്. ഇത് മലയാളത്തിലാണ്, ഉറുദുവിലോ ഹിന്ദിയിലോ ബംഗാളി ഭാഷയിലോ അല്ല. മലയാളത്തിൽ മലയാളികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തലേക്കെട്ട് കെട്ടിയ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്ന പ്രസംഗമാണ്. ഒരു വലിയന്റെ, അബൂ യസീദ് അൽ ബിസ്താമി എന്ന് പറയുന്ന ഒരു വലിയന്റെ പേര് പറഞ്ഞുകൊണ്ട് പറയാണ്, ആ വലിയന്റെ മുഖത്തേക്ക് നോക്കുന്നത് 70 തവണ അള്ളാഹുവിന്റെ മുഖത്തേക്ക് നോക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്നുള്ളത്. സഹോദരങ്ങളെ, ഈ വിശ്വാസം ഇസ്ലാമിക ചരിത്രത്തിൽ ആരാണ് പഠിപ്പിച്ചത്? ഏത് നബിയാണ് പഠിപ്പിച്ചത്? ഏത് സഹാബിയാണ് നമുക്ക് പഠിപ്പിച്ചത്? ഗൗരവത്തിൽ ചിന്തിക്കണ്ടേ? ഇതിന്റെ അർത്ഥം ഇസ്ലാമിൽ കറാമത്തില്ല എന്നല്ല, ഇസ്ലാമിൽ മുഅ്ജിസത്തില്ല എന്നല്ല, അതൊക്കെയുണ്ട്. കറാമത്തുകളുടെ ചരിത്രം എണ്ണുന്ന സമയത്ത് മറിയം ബീവി അലൈഹിസ്സലാമിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്താണ് മറിയം ബീവിക്ക് അള്ളാഹു കൊടുത്ത കറാമത്ത്? മറിയം ബീവി അലൈഹിസ്സലാമക്ക് അള്ളാഹു ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു.
മറിയം ബീവിക്ക് ഫ്രൂട്ട്സുകൾ എത്തിച്ചു കൊടുക്കുന്നു. എങ്ങനെ? ഒരു കാലത്ത് അവിടെ ലഭിക്കാത്ത, അഥവാ വേനൽക്കാലത്ത് ലഭിക്കാത്ത ഫ്രൂട്ട്സുകൾ വേനൽക്കാലത്ത് മറിയം ബീവിയുടെ ടേബിളിൽ ഉണ്ട്. ശൈത്യകാലത്ത് ലഭിക്കാത്ത, അല്ലെങ്കിൽ പിന്നെ ചൂടുകാലത്ത് ലഭിക്കാത്ത ഫ്രൂട്ട്സ് ആ കാലത്ത് അവിടെയുണ്ട്. സക്കരിയ നബി അലൈഹിസ്സലാം പ്രവാചകനാണ്. സക്കരിയ നബി മറിയം ബീവിയോട് ചോദിക്കാണ്, മറിയം അന്നാലക്കി ഹാദ, ഇത് എവിടെ നിന്നാണ് മറിയം? മറിയം ബീവി പറഞ്ഞില്ല, ഞാൻ ലോകത്തെ നിയന്ത്രിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നു, അങ്ങനെ ഒന്നല്ല മറിയം ബീവി പറഞ്ഞത്. മറിയം ബീവി പറഞ്ഞു, അള്ളാഹുവാണ് എനിക്ക് തന്നത്, മിൻ ഇൻദില്ല, അള്ളയാണ് എനിക്കിത് തന്നത് എന്ന് മറിയം ബീവി പറഞ്ഞു എന്നാണ്. നോക്കൂ സഹോദരന്മാരെ, ഇങ്ങനെ ഒരു വലിയുണ്ട്, ഒരു കാലത്തുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ബീവി ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു ബീവി ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുക? ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇന്ന് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ബീവിയുണ്ട് എന്നാൽ എന്താ സംഭവിക്കുക? ആ ബീവിയുടെ വീട്ടിൻ മുറ്റത്ത് ഒരു പച്ച ടാർപ്പായി കെട്ടിയിട്ടുണ്ടാകും. ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ടാകും. ആ ബീവിയോട് സങ്കടങ്ങൾ പറയാൻ പോയിട്ടുണ്ടാകും. ആ ബീവിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥ പോലും ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകും. എന്താണ് സക്കരിയ നബി അലൈഹിസ്സലാം ചെയ്തത്? സക്കരിയ നബി അലൈഹിസ്സലാം മറിയം ബീവിയുടെ റൂമിൽ നിന്ന് നേരെ പള്ളിയുടെ മിഹ്റാബിലേക്ക് വന്നു. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അല്ലാഹ്, ഇതാ മറിയം ബീവിക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ലഭിക്കാത്ത ഭക്ഷണം എത്തിച്ചു കൊടുക്കാൻ കഴിവുള്ള ഖാദിറായ റബ്ബേ, ഇതാ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കാൻ, റബ്ബി ലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിതീൻ, അല്ലാഹുവേ നീ എന്നെ ഒറ്റക്കാക്കരുത് റബ്ബേ, എനിക്കൊരു സന്താനത്തെ വേണം. മറിയം ബീവിയോടല്ല പ്രാർത്ഥന, കറാമത്തുള്ള മറിയം ബീവിയോടല്ല പ്രാർത്ഥന, അള്ളാഹുവിനോടാണ്. എങ്ങനെ കറാമത്ത്? എവിടെന്നെങ്കിലും കേട്ട, ആരെങ്കിലും എഴുതിയ, ആരോ പറഞ്ഞ കറാമത്തല്ല. സ്വന്തം കണ്ണുകൊണ്ട് സക്കരിയ നബി കറാമത്ത് കാണുകയാണ്. സ്വന്തം കണ്ണുകൊണ്ട് കറാമത്ത് അനുഭവിക്കുകയാണ്. ആ സക്കരിയ നബി പള്ളിയുടെ മിഹ്റാബിൽ വന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും ശ്രേഷ്ഠരായ ആരാണ് ഈ ഉമ്മത്തിലുള്ളത്? ഏതു വലിയാണെങ്കിലും, എത്ര വലിയ കറാമത്തുള്ളവനാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെക്കാളും ശ്രേഷ്ഠരല്ലല്ലോ. അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ഹിജ്റ 130 വരെ, ഹിജ്റ 110 വരെ സ്വഹാബികൾ ജീവിച്ചിരുന്നു. പ്രവാചകന്റെ വഫാത്തിന് ശേഷം 30 വർഷം പ്രവാചകന്റെ ആ ഖബറുള്ള അതേ സ്ഥലത്ത്, അല്ലെങ്കിൽ അതേ റൂമിനോട് ചേർന്ന് ആയിഷ ബീവി ജീവിച്ചിട്ടുണ്ട് മദീനത്ത്. എന്തൊക്കെ പ്രശ്നങ്ങൾ സ്വഹാബികൾക്കിടയിൽ ഉണ്ടായി! പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുശരീരം അത് ദഫന് ചെയ്യുന്നതിന്, മറമാടുന്നതിന് മുമ്പ് തന്നെ സ്വഹാബികൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടായില്ലേ? പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ആളുകൾ വന്നില്ലേ? പ്രവാചകന്റെ അതേ മദീനയിലല്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തിയത്? മഹാനായ അലി റളിയല്ലാഹു അൻഹും ആയിഷ റളിയല്ലാഹു അൻഹും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? മുആവിയയും അലിയും റളിയല്ലാഹു അൻഹുമാ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ? സഹോദരങ്ങളെ, ഈ സമയത്ത് പലതരത്തിലുള്ള ചർച്ചകളും പലതരത്തിലുള്ള ചരിത്രവും നമ്മൾ വായിക്കുന്നുണ്ട്. എവിടെയെങ്കിലും പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് വന്ന് പ്രവാചകന്റെ സ്വഹാബികൾ തമ്മിലടിക്കുന്നുണ്ട്. പ്രവാചകന്റെ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പ്രവാചകൻ ഒരു പരിഹാരം കണ്ടെത്തണമെന്ന് ഏതെങ്കിലും ഒരു സ്വഹാബി വന്ന് പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുമോ? ഒരിക്കലുമില്ല. പക്ഷെ നമുക്ക് കാണാൻ കഴിയും. എന്താണെന്ന് അറിയോ? അതിന് നേരെ വിപരീതമായ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമുക്കറിയാം, ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ബൈഅത്തുർ റിദ്വാൻ നടന്നു. ഒരു ഉടമ്പടിയായിരുന്നു. അതൊരു മരത്തിന്റെ തണലിലാണ് ആ ഉടമ്പടി നടന്നത്. ചരിത്രം നമുക്കറിയാം. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഹജ്ജിനും ഉംറക്കും ഒക്കെ വരുന്ന ആളുകൾ അവർ ഈ ബൈഅത്തുർ റിദ്വാൻ നടന്ന മരമേതാണ് എന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ ഒരുപാട് മരങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഏതാണ് ആ മരമെന്ന് കൃത്യമായി മനസ്സിലായിരുന്നില്ല. എന്നാലോ ഇതാണ് ആ മരമെന്ന് ചില ആളുകൾ തീരുമാനിക്കുകയും ഹജ്ജിനും ഉംറക്കും വരുന്ന ആളുകളൊക്കെ ആ മരത്തിൽ നിന്ന് ബറക്കത്തെടുക്കാൻ വേണ്ടി അവിടെ കൂടിയിരുന്നു എന്നാണ്. അല്ലെങ്കിൽ ആ മരത്തിന്റെ തണലിൽ കുറച്ചു നേരം പോയി ഇരിക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ചരിത്ര സംഭവം നടന്ന ഒരു മരമാണ് എന്ന വിശ്വാസത്തിൽ അവരവിടെ ഇരിക്കാറുണ്ടായിരുന്നു എന്നാണ്. മഹാനായ ഖലീഫ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ്. സഹോദരങ്ങൾ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മരമുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു മരമുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇന്ന് നമ്മുടെ നാട്ടിൽ ഔലിയാക്കൾ ഉപയോഗിച്ച ചെരുപ്പ്, ഔലിയാക്കൾ ഉപയോഗിച്ച ഡ്രസ്സ്, ഔലിയാക്കൾ ഉപയോഗിച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് വരെ ബറക്കത്തെടുക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിന്ന് നാട്ടിൽ കാണാൻ കഴിയുന്നത്. എന്താണ് ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്? ചെയ്യേണ്ടിയിരുന്നത് എന്താണ്?
അവിടെ ഒരു പച്ച കളറിലുള്ള ഒരു പേപ്പറോ അല്ലെങ്കിൽ പണം ശേഖരിക്കാനുള്ള എന്തെങ്കിലും അവിടെ കൊണ്ടുപോയി വെക്കേണ്ടിയിരുന്നു. ആളുകളെയൊക്കെ അങ്ങോട്ട് ക്ഷണിക്കേണ്ടിയിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു എന്താണ് ചെയ്തത്? ആ മരത്തെ മുറിച്ചു കളയാൻ വേണ്ടി അവര് അദ്ദേഹത്തിന്റെ ജോലിക്കാരോട് അല്ലെങ്കിൽ അന്നത്തെ ആളുകളോട്, സഹാബികളോട് കൽപ്പിച്ചു എന്നാണ്. ആ മരം തന്നെ വേണ്ട, അഥവാ ഷിർക്കിലേക്ക് എത്തിക്കുന്ന, ഷിർക്കുമായി ബന്ധമുള്ള ഒരു പ്രവർത്തനം പോലും വേണ്ട എന്ന് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിച്ചിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിതകാലത്ത് ധാരാളമായി ഷിർക്കിനെതിരെ താക്കീതുകൾ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് അത് പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്ന് ആളുകൾ ഈ ഷിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എന്റെ മദ്ഹ് പറയണം, നിങ്ങൾ എന്റെ മഹത്വത്തെ പറയണം, നിങ്ങൾ എന്റെ മഹത്വത്തെ ആളുകൾക്ക് മുമ്പിൽ പറയണം. പക്ഷേ അവിടെ നിങ്ങൾ ഒരു നിബന്ധന പാലിക്കേണ്ടതുണ്ട്. ലാ തതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തി അള്ളാഹുവിന്റെ മകനാണെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. അവിടെ ഒരു ബോർഡർ അള്ളാഹിന്റെ റസൂൽ വരച്ചു തന്നു, ഒരു നിബന്ധന അള്ളാഹുവിന്റെ റസൂൽ അവിടെ വരച്ചു. എന്നാ സഹോദരന്മാരെ, നിങ്ങൾക്കറിയോ, മുസ്ലിം സമുദായത്തിലെ ആളുകൾ അതിൽ നിന്നും കടന്നുപോയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിൽ മലയാളത്തിൽ എഴുതപ്പെട്ട, മലയാളത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന മുഹമ്മദ് മാല എന്ന പേരിൽ ഒരു മാലയുണ്ട്. നിങ്ങൾ അന്വേഷിച്ചു നോക്കുക, മുതിർന്ന ആളുകളോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക, ഇങ്ങനെ ഒരു മാല നിലവിലുണ്ടോ? മുഹമ്മദ് മാല എന്നാണ് ആ മാലയുടെ പേര്. ആ മാലയിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് മീമറ്റ അഹ്മദും ഐനറ്റ അറബിയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. എന്താണ് മീമറ്റ അഹ്മദ് എന്ന് പറഞ്ഞാൽ? അഹ്മദിൽ നിന്ന് മീമ കളഞ്ഞാൽ അഹദ് എന്നായി മാറും. അഥവാ പ്രവാചകൻ അഹദാണ്, ഏകനാണ്. അള്ളാഹുവിന്റെ സിഫത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയാണ്. അതേപോലെ ഐനറ്റ അറബിയാണ് റസൂൽ എന്നാണ്. അറബി എന്ന പദത്തിൽ നിന്ന് ഐന് കളഞ്ഞാൽ അത് റബ്ബായി മാറും. അഥവാ റബ്ബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മലയാളത്തിൽ എഴുതി വെക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് പാടാൻ വേണ്ടി മുസ്ലിം സമുദായത്തെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രം, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ വിഷയം ഇനിയും ധാരാളം പറയാനുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത്രയും പറഞ്ഞത് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ശിർക്കും ബിദ്അത്തുകളും ഖുറാഫാത്തുകളും നമ്മുടെ നാട്ടിൽ പ്രചാരണം നേടുന്ന സമയത്ത് നമ്മൾ കൃത്യമായി എന്താണ് തൗഹീദ് എന്ന് നമ്മൾ പഠിക്കണം, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പഠിക്കണം, എന്താണ് ശിർക്ക് എന്ന് നമ്മൾ പഠിക്കണം. അത് പഠിച്ച് നമ്മുടെ മക്കളെയും നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാം. ഒരു ദിവസം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയി പ്രവാചകൻ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുന്ന മനോഹരമായ ഒരു രംഗം നമുക്ക് ചരിത്രത്തിൽ കാണാം. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ പറയാണ്, യാ ഗുലാം, മോനെ, ഇഹ്ഫളില്ലാഹ യഹ്ഫളുക്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫളില്ലാഹ തജിദുഹു തുജാഹക്, അല്ലാഹുവിനെ നീ സൂക്ഷിച്ചാൽ നിനക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ നിന്റെ മുന്നിൽ നിനക്ക് അല്ലാഹുവിനെ കാണാം. അതേപോലെ ഇദാ സഅൽത ഫസ്അലില്ലാഹ വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നീ അല്ലാഹുവിനോട് ചോദിക്കണം. നിനക്ക് സഹായം ചോദിക്കാനുണ്ടെങ്കിൽ നീ അല്ലാഹുവിനോട് സഹായം ചോദിക്കണം. നോക്കൂ നിങ്ങൾ, ഇത് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാതൃകയാണ്. നമ്മുടെ മക്കൾക്ക് നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ തൗഹീദ്? ചെറിയ മക്കൾക്ക്, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക് ഇതേപോലെ തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ? ഇതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ ഇന്നതാണ്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഷിർക്കുകൾ ഇന്നതൊക്കെയാണ്, അതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം, എന്നാലേ നമ്മൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്ന് ഇവിടെയുള്ള ഉപ്പമാരോ ഉമ്മമാരോ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അള്ളാഹു പറഞ്ഞില്ലേ, ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും അതേപോലെ നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങൾ കാത്തുകൊള്ളണം എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ നമ്മൾ ദീന് പഠിപ്പിക്കണം. അവര് എത്ര വലിയ എഞ്ചിനീയർ ആയാലും, അവരെത്ര വലിയ ഡോക്ടർമാരായാലും, ഏത് മേഖലയിലേക്ക് അവർ പോയാലും അവർ നല്ല ദീനുള്ളവരായി മാറണം. അവർ നല്ല തൗഹീദ് മനസ്സിലാക്കിയവരായി മാറണം. പ്രവാചകന്റെ സുന്നത്തനുസരിക്കുന്നവരാകണം. എഞ്ചിനീയർമാരും ഡോക്ടർമാരും നമുക്ക് വേണം, അത് ആവശ്യമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അവരേത് മേഖലയിലേക്ക് പോയാലും തൗഹീദുള്ളവരും ദീനുള്ളവരുമായി മാറണം. നമ്മുടെ വീട്ടിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ വീട്ടിൽ പീസ് റേഡിയോ സജീവമാകണം. പീസ് റേഡിയോയിൽ പഠനാർഹമായ എന്തൊക്കെ സംരംഭങ്ങളുണ്ട് അത് നമ്മുടെ വീട്ടിൽ സജീവമാകണം. പീസ് റേഡിയോയിൽ അറബി പഠിക്കാനുള്ള പുതിയ ഒരു സംരംഭം തുടങ്ങിയ കാര്യം നമുക്ക് എത്ര ആളുകൾക്കറിയാം?
നമ്മൾ എത്ര ആളുകൾ അതിൽ ചേർന്ന് അതാ നമുക്ക് അറബി പഠിക്കാം, ഫ്രീ ആയി നമ്മുടെ ഫ്രീ ടൈമിൽ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഖുർആനിന്റെ ഭാഷയായ അറബി പഠിക്കാൻ ഒരു സൗകര്യമുണ്ട്. അതാ ഉപ്പയും മകനും, ഉപ്പയും ഭാര്യയും, അതേപോലെ മക്കളും എല്ലാവരും ഒരുമിച്ച് കൂടി നമുക്ക് പീസ് റേഡിയോയിൽ അറബി പഠിക്കാം. എത്ര ആളുകൾ തീരുമാനിച്ചു. ബഹുമാനനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദനിയുടെ ഖുർആൻ പരിഭാഷയുടെ ക്ലാസുകൾ അന്നൂർ എന്ന പേരിൽ വർഷങ്ങളായി, 2-3 വർഷങ്ങളായി സ്ഥിരമായി അതിൽ നടക്കുന്നുണ്ട്. നമ്മളെ എത്ര ആളുകൾ അത് പഠിക്കാൻ തയ്യാറായി, നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കാൻ തയ്യാറായി. അതേപോലെ നമ്മുടെ ബഹ്റൈനിൽ തന്നെ ഓരോ ദിവസവും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഖുർആൻ ക്ലാസുകൾ നടക്കുന്നുണ്ട്. നമ്മളെ എത്ര ആളുകൾ കുടുംബസമേതം അവിടെ പോയി നമുക്ക് കുറച്ചു നേരം ഖുർആൻ പഠിക്കാം, അല്ലെങ്കിൽ കുറച്ചു നേരം ഹദീസ് പഠിക്കാം എന്ന തീരുമാനത്തിലേക്ക് നമ്മളെത്തി. സഹോദരങ്ങളെ, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ്, നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം അങ്ങനെ ആകുമ്പോഴാണ് സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്കും ആ തൗഹീദും സുന്നത്തും ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും ദീനിനെ കുറിച്ചുള്ള ബോധവും അവരുടെ മനസ്സിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ദീന് പഠിപ്പിച്ച് അവരെ നമ്മൾ വളർത്തിയെടുക്കണം. എങ്ങനെ വളർത്തിയെടുക്കണം? അവർക്ക് പറയാൻ കഴിയണം, വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമാണ്. ഏത് കോളേജിൽ പോയി പഠിച്ചാലും, ഏത് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാലും അവിടെ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയുന്ന ഒരു തലമുറയെ നമുക്കുണ്ടാക്കിയെടുക്കണം. ഇന്ന് ലിബറലുകൾ പ്രചരിപ്പിക്കുന്ന ഒരു സ്ലോഗൻ ഉണ്ട്. എന്താണ്? മൈ ബോഡി മൈ ചോയ്സ് എന്നാണ്. എന്റെ ശരീരം എന്റെ അവകാശമാണ്. ഞാൻ എന്താണ് ധരിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ എന്ത് കഴിക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ ആരുടെ കൂടെ ഇടപെടണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. ആ സ്ലോഗനിൽ നിന്ന് മാറി നമ്മുടെ കുട്ടികളെ കൊണ്ട് നമുക്ക് പറയിപ്പിക്കാൻ കഴിയണം, എന്റെ ശരീരം എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ആ ശരീരത്തെ എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഉപയോഗിക്കണം, എന്ത് കഴിക്കണം, എന്ത് ധരിക്കണമെന്ന് എന്റെ റബ്ബിനോട് പറയും. അതുപോലെ ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഒരു പുതിയ തലമുറയെ നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിയണം. അള്ളാഹു പറഞ്ഞതുപോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സഹോദരന്മാരെ, ദുനിയാവിൽ നമ്മൾ എത്ര വലിയ പണക്കാരായാലും, മക്കളെ ഏത് നിലയിലേക്ക് നമ്മൾ എത്തിച്ചാലും, അവരെ നമ്മൾ എന്തൊക്കെ തന്നെ പഠിപ്പിച്ചാലും, ഇതിനേക്കാളും വലിയ ഒരു സൗഭാഗ്യം നമുക്ക് വേറെ ലഭിക്കാനില്ല. എന്താണ് അള്ളാഹു പറഞ്ഞത്? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമീങ്ങളായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത് കേട്ടോ. മുസ്ലിം അല്ലാതെ നിങ്ങൾ മരിച്ചാൽ, ഒരു മുവഹിദല്ലാതെയായി നിങ്ങൾ മരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് സ്വർഗമില്ല, അള്ളാഹു പുറത്തു തരുകയില്ല. നിങ്ങൾ കാലാകാലം നരകത്ത് നിങ്ങൾ കഴിയേണ്ടി വരും. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞതുപോലെയാകും. തഫാറഖു, അവരെല്ലാം വേറെ വേറെയാകും. ദുനിയാവിലെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടാകും, നല്ല ഒരു കുടുംബമായിരിക്കും. പക്ഷേ ഈ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഒരു മുസ്ലിം അല്ലാതെയാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, പരലോക ജീവിതം അവിടെ അവസാനിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഉപജീവനം അല്ലാഹു നൽകും. ഉപജീവനത്തെ പേടിച്ച് എന്റെ മകനെ ഒരുപാട് ദീനിന്റെ ബാക്കിൽ ഇങ്ങനെ വിട്ടാൽ അവന്റെ പഠനം മോശമായി പോകും. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ അവന് വിട്ടുകഴിഞ്ഞാൽ അവന് നല്ല ജോലി ലഭിക്കുകയില്ല. അല്ലെങ്കിൽ അവനൊരു ജോലിയില്ലാത്ത, നല്ല ശമ്പളമില്ലാത്ത ചെറിയ ജോലിയായിരിക്കും അവന് ലഭിക്കുക. സഹോദരങ്ങളെ, റിസ്ക് എന്നുള്ളത്, സമ്പത്ത് എന്നുള്ളത് അത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. അത് ആർക്ക് നൽകണം, എപ്പോ നൽകണം, എവിടെ നൽകണമെന്ന് അള്ളാഹു ആണ് തീരുമാനിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ഒരു ഹദീസുണ്ട്. ഇന്ന് നമ്മളൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത്, ദീനിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നത് ഏതൊരു സമ്പത്തിനെ കുറിച്ചാണോ ആ സമ്പത്തിനെ കുറിച്ച് അള്ളാഹു പറയുകയാണ്, ഒരു മനുഷ്യന് പോലും സമ്പത്ത് വേണ്ടാത്ത ഒരു കാലം വരും. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, ലാ തഖൂമു സ്സാഅ, ഒരിക്കലും അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ യക്തുറൽ മാലു വയഫീം, സമ്പത്ത് അധികരിക്കുകയും സമ്പത്തിന്റെ ആധിക്യം മൂലം അത് ഒഴുകിപ്പോകുന്ന ഒരു കാലഘട്ടം വരും. ഇന്ന് ഏത് സമ്പത്തിനാണോ നമ്മൾ അടികൂടുന്നത്, ഏത് സമ്പത്തിനാണോ കുടുംബബന്ധം മുറിച്ചത്, ഏത് സമ്പത്തിന് വേണ്ടിയാണോ നമ്മൾ ആളുകളെ വഞ്ചിച്ചത്, ഏത് സമ്പത്തിന് വേണ്ടിയാണോ നമ്മുടെ മക്കളെ ദീനിന്റെ മാർഗത്തിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്നത്, ആ സമ്പത്ത് ആധിക്യം കൊണ്ടൊഴുകുന്ന ഒരു കാലഘട്ടം വരുമെന്നാണ്. ആ കാലത്തെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, ഹത്താ യഖ്റുജ അർറജുലു ബിസകാത്തി മാലിഹി. അന്നത്തെ അവസ്ഥ എന്താണ്? ഒരാൾ അവന്റെ സകാത്തും കൊണ്ട് ആളുകളിലേക്ക് കൊടുക്കാൻ വേണ്ടി പുറത്തിറങ്ങും. സകാത്ത് സ്വീകരിക്കാൻ ആളുകളുണ്ടോ എന്ന് അന്വേഷിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഫലാ യജിദു അഹദൻ യഖ്ബലുഹാ മിൻ, ആ സകാത്ത് സ്വീകരിക്കാൻ പോലും ആളുകളില്ലാത്ത ഒരു കാലം വരാനുണ്ട് എന്നാണ്. നഊദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു കാലം വരാനുണ്ട്. ആ കാലത്തെ കുറിച്ച് ബോധമുള്ളവരാകണം നമ്മൾ. അപ്പൊ ഈ സമ്പത്ത് 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 പൈസ എന്ന് പറഞ്ഞ് കുടുംബത്തെ പോലും മറന്നുപോയ ആളുകളുണ്ട്. 2, 3, 4, 5 വർഷം ചിലപ്പോ നാട്ടിലേക്ക് പോകാതെ, കുടുംബമില്ലാതെ, ഭാര്യയുടെ ഹക്കുകൾ പൂർത്തീകരിക്കാതെ ഇവിടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാകാം.
അല്ലെങ്കിൽ സമ്പത്തിന്റെ പേരും പറഞ്ഞ് മക്കൾക്ക് ദീന് പഠിക്കാൻ ആഗ്രഹമുണ്ടാകും. പക്ഷേ മക്കളെ ദീന് പഠിപ്പിക്കാൻ വിട്ടാൽ സാമ്പത്തികമായി എന്തെങ്കിലും മക്കൾക്ക് നേടാൻ കഴിയില്ല എന്ന് കാരണം കൊണ്ട് മക്കളെ അതിൽ നിന്ന് മാറ്റി നിർത്തിയ ആളുകൾ ഉണ്ടാകും. നമ്മൾ ജീവിക്കുന്ന ഈ നാടെന്ന് പറയുന്നത് ഖുർആൻ പഠിക്കാനും ഖുർആൻ പഠിപ്പിക്കാനും സാഹചര്യമുള്ള ഒരുപാട് അവസരങ്ങളുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ മക്കൾ ഇതാ 10 വയസ്സായ 15 വയസ്സായ 20 വയസ്സായ മക്കൾ ഇവിടെ ഉണ്ടാകും. 20 വർഷമായി ഇവിടെ തന്നെ ജീവിക്കുന്ന മക്കൾ, അവരൊക്കെ എത്ര ഖുർആൻ പഠിച്ചു? ഖുർആൻ പഠിക്കാൻ എന്ത് സാഹചര്യം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു? സഹോദരങ്ങളെ, ഗൗരവത്തിൽ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ ഞാൻ ആദ്യം പറഞ്ഞ ആയത്തിൽ പറഞ്ഞ രൂപത്തിൽ പരലോകത്തും ഇവിടെ ജീവിച്ചതുപോലെ ഒന്നിച്ച് നാളെ പരലോകത്ത് നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതൊക്കെ ശ്രദ്ധിച്ച് ജീവിച്ചാൽ മാത്രമേ നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ സ്വർഗലോകത്ത് നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ. സഹോദരങ്ങളെ, ഇവിടെ പ്രത്യേകം ഉണർത്താനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ വെറുതെ ഒരു ചെവി കൊണ്ട് കേട്ട് മറ്റൊരു ചെവിയിൽ ഒഴിവാക്കാനുള്ള കാര്യങ്ങളല്ല. അതല്ലെങ്കിൽ അതൊരു പ്രഭാഷണം എന്ന നിലക്ക് കേട്ട് അശ്രദ്ധമായി ഒഴിവാക്കാനുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അള്ളാഹു പറയാണ്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ആളുകൾക്ക് അവരുടെ ഹിസാബത എത്തിക്കഴിഞ്ഞിട്ടുണ്ട്, അഥവാ അള്ളാഹു നമ്മെ വിചാരണ ചെയ്യാനുള്ള സമയം അത് അടുത്തെത്തിയിട്ടുണ്ട് എന്നാണ്. ഒരുപാട് ദൂരമല്ല അത്. ഇന്നാണോ എനിക്കറിയില്ല. ഇന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ ഹിസാബ് നാളെ തുടങ്ങും, എന്റെ അദാബ് നാളെ തുടങ്ങും, എന്റെ ബർസഖ് നാളെ തുടങ്ങും. അള്ളാഹ് പറയാണ്, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. പക്ഷെ ആളുകൾ അശ്രദ്ധയിലാണ്. ആളുകൾ അശ്രദ്ധയിലാണ്. എന്തുകൊണ്ടാണ് അവർ അശ്രദ്ധയിലായത്? അവർ ക്ലാസുകൾ കേൾക്കാത്തത് കൊണ്ടാണോ? അല്ല. അവർ പ്രസംഗങ്ങൾ കേൾക്കാത്തത് കൊണ്ടാണോ? അല്ല. അള്ളാഹു പറയുന്നത്, മാ തഅതീഹിം മിൻ ദിക്രിൻ മിർ റബ്ബിഹിം മുഹ്ദസിൻ ഇല്ലാ ഇസ്തമഊഹു. അള്ളാഹ് പറയാണ്, എന്ത്? അവർക്ക് ഒരു ഖുർആനിന്റെ ആയത്ത് ഓതിയാലോ അല്ലെങ്കിൽ പുതിയ ഒരു വിഷയം പറഞ്ഞാൽ, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാൽ, പരലോകത്തെ കുറിച്ച് പറഞ്ഞാൽ അവരത് കേൾക്കൂല എന്നല്ല, ഇസ്തമഊഹു, അവരത് ശ്രദ്ധിച്ച് കേൾക്കുമെന്നാണ്. പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടെങ്കിലും വഹും യൽഅബൂൻ, അവർ കളികളിലായിരിക്കുമെന്നാണ്. ഇത് കേൾക്കുമ്പോഴും അവരുടെ മനസ്സിൽ ചിന്ത എന്താണ്? നാളെ രാവിലെ ജോലിക്ക് പോകണമെന്ന തിരക്കിലാണ് അവരുള്ളത്. നാളെ ഓഫീസിൽ എന്തൊക്കെ പണിയുണ്ട് എന്ന ചിന്തയാണ് അവരുടെ മനസ്സിലുള്ളത്. അല്ലെങ്കിൽ ഇന്ന് നാളെ രാവിലെ എത്ര മണിക്ക് എന്റെ കട തുറക്കണം എന്ന ചിന്തയിലാണ് അവരുള്ളത്. ഇതൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ വഹും യൽഅബൂൻ ലാഹിയതൻ ഖുലൂബുഹും, ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ഹൃദയം അശ്രദ്ധമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ ഈ സംസാരം, എനിക്ക് മുമ്പ് കഴിഞ്ഞ സംസാരങ്ങൾ, അതൊക്കെ ഈ രൂപത്തിൽ അശ്രദ്ധമായിട്ടാണ് നമ്മൾ കേട്ടതെങ്കിൽ അള്ളാഹു പറയുന്നു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, നിങ്ങളുടെ ഹിസാബിത നിങ്ങളുടെ ഏറ്റവും അടുത്ത് വന്നെത്തിയിട്ടുണ്ട്. അതെന്നാണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈമാൻ കൊണ്ടല്ലാതെ നമുക്ക് രക്ഷയില്ല സഹോദരന്മാരെ. അത് ദുനിയാവിലായാലും പരലോകത്തായാലും ഈമാൻ കൊണ്ട് മാത്രമാണ് നമുക്ക് രക്ഷ. അതിലേക്ക് അറിയിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. നോക്കൂ നിങ്ങൾ, ദജ്ജാലിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. പ്രവാചകൻ ആ കൂട്ടത്തിൽ പറഞ്ഞു, മക്തൂബുൻ ബൈന ഐനൈഹി കാഫിർ, ദജ്ജാലിന്റെ 2 കണ്ണുകൾക്കിടയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും, അറബി അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ആ കാഫിർ എന്ന് എഴുതിയത് വായിക്കുക? അറബി അറിയാത്ത ആളുകൾ എങ്ങനെ വായിക്കുക? അള്ളാന്റെ റസൂൽ പറയാണ്, യഖ്റഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്. ആ കാഫിർ എന്ന് എഴുതിയതിനെ മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ അവനത് വായിക്കും. അവൻ അറബി അറിയുന്നവനാണെങ്കിലും അവൻ അറബി അറിയാത്തവനാണെങ്കിലും അവൻ ആ കാഫിർ എന്ന് എഴുതിയത് വായിക്കാൻ കഴിയുമെന്നാണ്. ആലോചിച്ചു നോക്കണം. നമ്മൾ ഈമാൻ ഉണ്ടെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. ഇന്ന് നമ്മുടെ അവസ്ഥ, നമ്മളൊരു സജീവ പ്രവർത്തകനായിരിക്കാം, തൗഹീദുള്ളയാളായിരിക്കാം. എന്താണ് നമ്മുടെ അവസ്ഥ അള്ളാഹുവിന്റെ അടുക്കൽ എന്ന് നമുക്കാർക്കും അറിയുകയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്. നമുക്കറിയാം, നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലൊന്നും ഇന്ന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ കഴിയുകയില്ല. ശരിയാണ്, പറയുന്നത് ശരിയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഇങ്ങനെയൊന്നും ശ്രദ്ധിച്ച് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടൊന്നും ഇസ്ലാം നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തെ അനുസരിക്കാൻ കഴിയില്ല എന്ന്. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഇത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചതാണ്. അതാണ് അവിടെ പ്രത്യേകത. അവിടെയാണ് അതിന്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്, അയ്യാമ സബറിൻ, നിങ്ങൾക്കൊരു കാലഘട്ടം വരാനുണ്ട്.
ആ കാലഘട്ടത്തിൽ നിങ്ങൾ ക്ഷമിക്കുക, അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൈകൊണ്ട് തീക്കട്ടയെ നിങ്ങൾ പിടിക്കുന്നത് പോലെയായിരിക്കും. കൽ ഖാബിലി അലൽ ജംറ എന്നാൽ ഒരു തീക്കട്ട കയ്യിൽ പിടിച്ചാൽ ഒരാൾ എങ്ങനെയാണോ ഇരിക്കുക അതുപോലെയായിരിക്കും അന്ന് ദീൻ അനുസരിച്ച് ജീവിക്കേണ്ടി വരിക എന്നാണ്. കോളേജിലേക്ക് തട്ടമിട്ട് പോകുമ്പോ, താടി നീട്ടി വളർത്തുമ്പോ, ദീനിയായ ചിട്ടകൾ ഫോളോ ചെയ്യുമ്പോ, ഫാമിലിയിൽ ഗെറ്റ് ടുഗെദർ ഉണ്ടാകുമ്പോൾ അവിടെ അന്യ പുരുഷന്മാരും സ്ത്രീകളും കസിൻസ് ആയാലും ആരായാലും അവിടെ കൂടിക്കലറുകളുണ്ട് അല്ലെങ്കിൽ മ്യൂസിക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഇങ്ങനെ ഒരു കാലം നിങ്ങൾക്ക് വരാനുണ്ട്. അന്ന് നിങ്ങൾക്ക് ദീൻ അനുസരിച്ച് ജീവിക്കുന്നത് പ്രയാസമായിരിക്കും. എന്താണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? അതുകൊണ്ട് നിങ്ങൾ അന്ന് ദീൻ അനുസരിക്കാണ്ടാന്നാ? അല്ല, അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, അന്ന് ഒരാൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ നിങ്ങളിൽ 50 ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കൂലിയുണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. അപ്പൊ സ്വഹാബികൾക്ക് സംശയമായി, അള്ളാഹുവിന്റെ റസൂലെ, യാ റസൂലല്ലാഹ് അജ്റു 50 മിന്നാ ഔ മിൻഹും. അള്ളാഹുവിന്റെ റസൂലെ, നമ്മൾ സ്വഹാബികളാണ്. സ്വഹാബികളുടെ സംശയം ശരിയാണ്, സ്വഹാബികളാണ്. നമ്മളിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണോ അതോ അവരിൽപ്പെട്ട 50 ആളുകളുടെ പ്രതിഫലമാണോ? അഥവാ സ്വഹാബികളുടേതാണോ അതല്ല ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന 50 ആളുകളുടെ പ്രതിഫലമാണോ? പ്രവാചകൻ പറഞ്ഞു, ബൽ അജ്റു 50 മിൻകും, നിങ്ങളിലെ 50 ആളുകളുടെ കൂലി ആ കാലഘട്ടത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കുണ്ടാകുമെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കളെ ദീനിയായി വളർത്തുമ്പോൾ, നമ്മുടെ മക്കളെ ദീനിയായ ചിട്ടയിൽ വളർത്തുമ്പോൾ നമ്മുടെ കുടുംബക്കാർ ചിലപ്പോൾ നമ്മളെ ശകാരിക്കും. നാട്ടിലേക്ക് പോകുമ്പോ കുടുംബക്കാർ ചോദിക്കും, ഇത്ര ചെറിയ പ്രായത്തിൽ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇത്ര ചെറിയ പ്രായത്തിൽ ഹിജാബും നിഖാബും ഇടിപ്പിക്കേണ്ടതുണ്ടോ? ഇത്ര ചെറിയ പ്രായത്തിൽ നെരിയാണിക്ക് മുകളിൽ വസ്ത്രം എന്തിനാണ് ധരിപ്പിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ദീനിയായി പഠിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദീനിയായിട്ടൊക്കെ പഠിച്ച് എന്താണ് ലഭിക്കുക എന്ന് ചോദിക്കുന്ന കുടുംബക്കാർ നമുക്കുണ്ടാകാം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ ക്ഷമിച്ച്, ഇല്ല എനിക്ക് നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോ എന്റെ കൂടെ എന്റെ മക്കൾ ഉണ്ടാകണം, എന്റെ ഭാര്യ ഉണ്ടാകണം എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനത്തിന് 50 സ്വഹാബികളുടെ പ്രവർത്തനത്തിന്റെ കൂലിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അത് ലഭിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച സമയം എന്നുള്ളത് അത് വളരെ കുറവാണ്. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിക്കുന്നില്ലേ, അതേപോലെ തന്നെ ന്യൂസുകളിൽ നമ്മൾ കേൾക്കുന്നില്ലേ, നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് അനുഭവങ്ങളില്ലേ? എത്രയെത്ര ആളുകളാണ്, ആരോഗ്യമുള്ള ആളുകൾ, അതേപോലെ തന്നെ നല്ല ശക്തിയുള്ള ആളുകൾ, ചെറിയ കുട്ടികൾ, എത്രയെത്ര ആളുകളാണ് മരിച്ചു പോകുന്നത്. അവിടെയാണ് നമുക്ക് വലിയ പാഠം ഉണ്ടാകേണ്ടത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ ഒരു ഗൗരവത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിക്കാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, ഇമാം അശ്ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു കവിതയുണ്ട്. ആ കവിത കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് എന്റെ സംസാരത്തെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, തസവ്വദ് മിനത്ത് തഖ്വാ ഫഇന്നക ലാ തദ്രി. ഇമാം ഷാഫി പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിയുന്നത്രയും നിങ്ങൾ തഖ്വയെ അധ്വാനിക്കാൻ നോക്കുക, അല്ലെങ്കിൽ പാതയത്തെ സ്വരൂപിക്കുക. അത് തഖ്വയാണ്. കാരണം എന്താ? ഫഇന്നക ലാ തദ്രി, നിനക്കറിയില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, രാത്രിയായി കഴിഞ്ഞാൽ ഫജ്ർ വരെ അല്ലെങ്കിൽ രാവിലെ വരെ നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. യാഥാർത്ഥ്യമല്ലേ സഹോദരങ്ങളെ? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സിനിമ കണ്ട് കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. കേൾക്കാൻ കിടന്നുറങ്ങ പെട്ടെന്ന് ഉറക്ക് കിട്ടാൻ പാട്ട് കേട്ടുറങ്ങുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ ഹറാമായ കാര്യങ്ങൾ ചെയ്യുകയോ ചർച്ച ചെയ്തോ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അതല്ലെങ്കിൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ മക്കൾ കിടന്നുറങ്ങുമ്പോൾ ഇതേപോലെ ഹറാമായ കാര്യങ്ങൾ കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടാണോ ഉറങ്ങുന്നത്? ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം എന്താ? ഫഇന്നക ലാ തദ്രി, നിങ്ങൾക്കറിയില്ല. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈഷു ഇലൽ ഫജ്രി, രാത്രിയായി കഴിഞ്ഞാൽ ഫജ്ർ വരെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ല. നമ്മുടെ കൂട്ടത്തിൽ ആർക്കാണ് സഹോദരങ്ങളെ ആ ഉറപ്പുള്ളത്? നാളെ രാവിലെ വരെ ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള എത്ര ആളുകളുണ്ട്? ഇന്ന് രാത്രി ഞാൻ എന്റെ റൂമിലേക്ക് സമാധാനത്തോടു കൂടി തിരിച്ചെത്തുമെന്ന് ഏറ്റവും ചുരുങ്ങിയത് ആ ഉറപ്പെങ്കിലുമുള്ള എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്? തുടർന്നുകൊണ്ട് ഇമാം ഷാഫിഈ പറയുകയാണ്,
ഫകം മിൻ അറൂസിൻ സയ്യനൂഹാ ലിസൗജിഹാ, എത്രയെത്ര പുതുനാരികളാണ് ഭർത്താക്കന്മാർക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിയത്. കല്യാണത്തിന്റെ രാത്രിയിൽ ഭർത്താവ് റൂമിലേക്ക് വരുമ്പോ നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവിനെ കാത്തു നിന്ന ആളുകൾ. വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി, എന്നാലോ ആ ഭർത്താവ് മണിയറയിലേക്ക് കയറി വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ റൂഹ് പിടിക്കപ്പെട്ട എത്ര ആളുകളുണ്ട്. ഇമാം ഷാഫിഈ പറയുകയാണ്, അതിന് ഉദാഹരണങ്ങൾ ഞാൻ പറയേണ്ടതില്ല. നമ്മൾ പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും അത് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ തീരുമാനങ്ങളല്ല നടക്കുന്നത്. തുടർന്നു കൊണ്ട് പറയുന്നു, എത്ര ചെറിയ ആളുകളാണ് ഒരുപാട് കാലം അവർ ജീവിക്കുമെന്ന് നമ്മൾ സ്വപ്നം കണ്ട എത്ര ആളുകൾ. മകൻ എഞ്ചിനീയർ ആകുമെന്ന് വിചാരിച്ച് ലോൺ എടുത്ത് മകനെ പഠിക്കാൻ പറഞ്ഞയച്ച മാതാപിതാക്കൾ ഉണ്ടാകാം. മകൻ എഞ്ചിനീയർ ആകുമെന്ന് സ്വപ്നം കണ്ട്, മകൻ ഡോക്ടർ ആകുമെന്ന് സ്വപ്നം കണ്ട് 8ാം ക്ലാസ്സിൽ തന്നെ മകന് കോച്ചിങ് തുടങ്ങിയ മാതാപിതാക്കൾ ഉണ്ടാകാം. അവിടെ പറയുകയാണ്, ഒരുപാട് കാലം ജീവിക്കുമെന്ന് നിങ്ങൾ സ്വപ്നം കണ്ട എത്ര ചെറിയ മക്കളാണ്. അവരുടെ റൂഹ്, അവരുടെ ആത്മാവ് അവരിന്ന് ദുൽമത്തുൽ ഖബർ, ഖബറിന്റെ ഇരുട്ടറകളിലേക്ക് അവരെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എത്ര വാർത്തകളാണ് നമ്മൾ വായിക്കുന്നത്. കോളേജിൽ നിന്ന് കോൺവക്കേഷന്റെ ദിവസം തന്നെ, അല്ലെങ്കിൽ അവരുടെ ഡിഗ്രി വാങ്ങുന്ന ദിവസം തന്നെ മരണപ്പെട്ടു പോയ എത്ര വാർത്തകൾ നമുക്ക് മുമ്പിലുണ്ട്. തുടർന്നുകൊണ്ട് പറയാൻ, വകമ്മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ, എത്ര ആരോഗ്യമുള്ള ആളുകളാണ്. കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, അങ്ങനെ ഹാർട്ടിന്റെ അസുഖമോ കിഡ്നിയുടെ അസുഖമോ ഒരു രോഗവും ഇല്ലാത്ത ആളുകൾ. മാത മിൻ ഗൈരി ഇല്ല, ഒരു അസുഖവും ഇല്ലാതെ മരിച്ച എത്ര ആളുകളുണ്ട് അല്ലെ. ഇന്ന് മരണത്തിന് എല്ലാത്തിനും ആളുകൾ കാരണം കണ്ടെത്തും. സ്ട്രോക്ക് ആണ്, ഹാർട്ട് അറ്റാക്ക് ആണ്, അങ്ങനെ പല കാരണങ്ങളും. ഇതൊന്നും ഒരു കാരണവും ഇല്ലെങ്കിൽ അവസാനം പറയുന്നത് കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ്. കുഴഞ്ഞു വീണു മരിച്ചു. എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. വകം മിൻ സ്വഹീഹിൻ, ആരോഗ്യമുള്ള ആളുകളാണ് മരിച്ചു പോയത്. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ജിമ്മിലേക്ക് ഞാൻ പോകുന്നുണ്ട്. ഞാൻ ഷുഗർ കട്ടാണ്. രാത്രി ഞാൻ 6 മണിക്ക് ഭക്ഷണം കഴിക്കും. അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റുമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഇല്ല. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. വകം മിൻ സഖീമിൻ ആശഹീനം മിനദ് ദഹ്രി, എന്നാലോ ആലോചിച്ചു നോക്കൂ നിങ്ങൾ, ആരോഗ്യവാന്മാരായ ആളുകൾ എത്രയോ പെട്ടെന്ന് മരിച്ചു പോകുന്നു. വകം മിൻ സഖീമിൻ, രോഗിയായ ആള്, ഞാൻ നാളെ ഒന്ന് മരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എന്റെ മരണം ഒന്ന് പെട്ടെന്ന് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആഗ്രഹിച്ച എത്ര രോഗികളാണ്. ആശഹീനം മിനദ് ദഹ്രി, ഒരുപാട് കാലം ജീവിക്കുന്ന ഉദാഹരണങ്ങൾ. അല്ല, രോഗിയായ ആളാണ്, ഡയാലിസിസ് ഉണ്ട്, ഇതൊന്നും സഹിക്കാൻ പറ്റാതെ ഞാനൊന്ന് മരിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന എത്രയോ ആളുകൾ കാലങ്ങളോളം ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ്. പിന്നെയോ വകം മിൻ ഫതൻ അംസാ വഅസ്ബഹ ളാഹിക, എത്ര യുവാക്കളാണ് അംസ, അവർ വൈകുന്നേരവും രാവിലെയും വാഹിക, ചിരിച്ചുകൊണ്ടാണ് ഇന്ന് വീട്ടിൽ നിന്ന് കടന്നു വരുമ്പോ ഒരുപാട് തമാശകൾ പറഞ്ഞിട്ടുണ്ടാകും. നമ്മുടെ വീട്ടിലേക്ക് ഉമ്മയെ വിളിച്ചവരുണ്ട്, ഭാര്യയെ വിളിച്ചവരുണ്ട്, മക്കളോട് വിളിച്ച് സംസാരിച്ചവരുണ്ട്. കുടുംബത്തോടുകൂടി കടന്നു വരുമ്പോ ചിരിച്ചും തമാശകളും പറഞ്ഞു ലഭിച്ച സംസാരിച്ച ആളുകളുണ്ട്. നമ്മളൊക്കെ അങ്ങനെയാണ്. ഈ സംസാരം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോഴും നമ്മളൊക്കെ കൈകൊടുത്ത് ചിരിച്ചും സംസാരിച്ചും തമാശകൾ പറഞ്ഞാണ് തിരിച്ചു പോകുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അടുത്തതായി പറയുന്ന വാചകം, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എഴുതി വെക്കേണ്ട വാചകമാണ്. അദ്ദേഹം പറയാണ്, ഇവർ ഈ ചിരിക്കുന്ന സമയത്തും വഖദ് നുസിജത് അക്ഫാനുഹു വഹുവ ലാ യദ്രി, അവനറിയാതെ അവന്റെ കഫൻ പുടവ അവിടെ തുന്നപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവന്റെ കഫൻ പുടവ തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊക്കെ ഇവിടെ സംസാരിക്കുന്നു, അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ റൂമിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാലോ സഹോദരങ്ങളെ, ഒരുപക്ഷെ ഈ ബഹ്റൈനിലെ അല്ലെങ്കിൽ മനാമയിലെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതോ ഒരു തുണിക്കടയിൽ നമ്മളെ പൊതിയാനുള്ള കഫൻ പുടവ തയ്യാറായിട്ടുണ്ട് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. നാളെ ഞാൻ മരിച്ചാൽ ആ കഫൻ പുടവയിൽ ആളുകൾ എന്നെ പൊതിയുമെന്ന ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഫജ്റിന് ജമാഅത്തിന് പള്ളിയിലേക്ക് എണീറ്റു പോകാൻ നമുക്ക് തോന്നുന്നത്. ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് എത്ര വലിയ ജോലിയാണെങ്കിൽ പോലും ജമാഅത്തിന് എനിക്ക് പള്ളിയിലേക്ക് എത്തണം എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നത്. ആ ബോധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മക്കൾ ദീനിയായിട്ടല്ല ജീവിക്കുന്നതെന്ന ബോധ്യം ഉണ്ടാകുമ്പോൾ അവരെ ദീനിയായ രംഗത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം പറയാണ്, വകം സാക്കിനിൻ ഇൻദ സ്വബാഹി ബികസ്രിഹി, രാവിലെ തന്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞ, തന്റെ വീട്ടിൽ കഴിഞ്ഞ എത്ര ആളുകളാണ്.
വൈകുന്നേരമാകുമ്പോ അവന്റെ വീട് ഖബറായി മാറി എത്ര ആളുകളാണുള്ളത്. രാവിലെ കൊട്ടാരത്തിലാണ്, അവന്റെ റൂമിൽ AC ഇട്ട് അവൻ കഴിഞ്ഞിട്ടുണ്ട്, AC ഇട്ട് വൈകുന്നേരം വരെ ഉറങ്ങിയിട്ടുണ്ട്. രാത്രി എവിടെയാണ്? അവൻ ഖബറിലാണ് രാത്രിയാകുമ്പോൾ ഉള്ളത്. ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ, എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവസാനം പറയാണ്, അതുകൊണ്ട് നിങ്ങൾ തഖ്വയാണ് നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് തഖ്വയാണ്, ദുനിയാവ് വേണ്ട എന്നല്ല. ദുനിയാവ് നിങ്ങൾ അധ്വാനിച്ചോളൂ, പ്രശ്നമില്ല. ദുനിയാവ് നിങ്ങൾ വേണ്ടത്ര നിങ്ങൾ അധ്വാനിച്ചോളൂ. കച്ചവടങ്ങൾ എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, സമ്പത്ത് എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് എത്ര വലുതാണെങ്കിലും പ്രശ്നമല്ല. പക്ഷേ തഖ്വയുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം എന്താ? നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് നിൽക്കാറുണ്ട്. നാളെ അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് സംരക്ഷണമായിട്ടുള്ളത് ആ തഖ്വ മാത്രമാണ്. ആ ബോധ്യം നമുക്കുണ്ടായാൽ മതി സഹോദരങ്ങളെ. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ വാചകം വളരെ ശ്രദ്ധേയമായ ഒരു വാചകമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ആ 2 ആയത്തുകൾ നിങ്ങളെ ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആയത്തുകൾ ആവർത്തിച്ച് ഓതേണ്ട ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏറ്റവും വലിയ നഷ്ടക്കാരായ ആളുകൾ. ആയത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ആരാണ് അവർ? അല്ലദീന ഖസിറു അൻഫുസഹും വ അഹ്ലീഹിം യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ സ്വന്തത്തെയും കുടുംബത്തെയും നഷ്ടപ്പെട്ടു പോയ ആളുകൾ. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നമ്മൾ കേട്ടതുപോലെ ഒരു നല്ല കുടുംബത്തെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സമാധാനമുള്ള കുടുംബം, സമാധാനമുള്ള വീട്, സന്തോഷമുള്ള വീടിനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ അത് തൗഹീദിലൂടെയല്ല എങ്കിൽ, അത് ഈമാനിലൂടെയല്ല എങ്കിൽ നമുക്ക് നാളെ പരലോകത്ത് നഷ്ടമായിരിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ദുനിയാവിനു വേണ്ടി നമ്മൾ നെട്ടോട്ടമോടുന്ന സമയത്ത് നമ്മളുടെ തൗഹീദും ഈമാനും ശിർക്കും ബിദ്അത്തിന്റെ വിഷയത്തിലുള്ള നിലപാടുകൾ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് സഹോദരങ്ങളെ. നമ്മളത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ കൂടിയാണ് നമ്മുടെ മക്കൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്. നമ്മളെ കണ്ടാണ് അവർ പഠിക്കുന്നത്. അപ്പൊ നമ്മളും മാതൃകയുള്ളവരായി തീരുക, അവർ നല്ല തലമുറയായി നമ്മൾ വളർത്തുക. ഞാൻ ഇന്നലെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു സൂചിപ്പിച്ചതുപോലെ, ഇതാ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ, ഇമാം മുസ്ലിമിനെ പോലെയുള്ള മക്കളെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അവർ ദീനിനു വേണ്ടി സേവനങ്ങൾ ചെയ്യട്ടെ സഹോദരങ്ങളെ. നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിന് കൂലി ലഭിക്കുന്ന ഒരു മകനെങ്കിലും, 5 മക്കളിൽ 4 ആളുകളും ഡോക്ടറും എഞ്ചിനീയറുമായി, ഒരു മകനെങ്കിലും അള്ളാഹുവിന്റെ ദീന് പഠിക്കുന്ന മകനാക്കി നമുക്ക് മാറ്റിക്കൂടെ? അള്ളാഹുവിന്റെ ദീനിന് സേവനം ചെയ്യുന്ന മകനായി നമുക്ക് വളർത്തിയെടുത്തുകൂടെ? വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ വായിക്കുമ്പോ ആ കിതാബിന്റെ ചട്ടയിൽ ആ പണ്ഡിതന്മാരുടെ പേരുണ്ടാകും. ആ പേരിന് താഴെ എഴുതിയിട്ടുണ്ടാകും ഗഫറല്ലാഹു ലഹു വലിവാലിദൈഹി, അള്ളാഹു ആ പണ്ഡിതന് പുറത്തു കൊടുക്കട്ടെ, വലിവാലിദൈഹി, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മരിച്ച് ഇത്രയും കാലം കഴിഞ്ഞു, ഏകദേശം 1000 വർഷത്തോളമായി, അല്ലെങ്കിൽ അതിലും കൂടുതലായി. ഇത്രയും വർഷം സ്വഹീഹുൽ ബുഖാരി വായിച്ച ആളുകളൊക്കെ ഇമാം ബുഖാരിക്ക് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇമാം ബുഖാരിയുടെ മാതാപിതാക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഒരു മകൻ ദീന് പഠിച്ചാൽ, നമ്മുടെ ഒരു മകൻ സുന്നത്ത് പഠിച്ചു, തൗഹീദ് പഠിച്ചു, ആ തൗഹീദിന്റെ പ്രചാരകനായാൽ, നമ്മൾ മരിച്ചാലും നമ്മുടെ ഖബറിന് ആ മകൻ കാരണം കൂലി ലഭിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, പരലോകത്തെ ഓർത്തുകൊണ്ട് പരലോകത്തിന് വേണ്ടി പരലോകത്തിന്റെ ആളുകളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊന്നും കളിതമാശകളല്ല, ഇതൊരു പ്രഭാഷണം പറഞ്ഞു പോകാനുള്ള വിഷയമല്ല, നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണ്. ഇന്ന് രാത്രി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, ഇന്ന് രാത്രി 12 മണിക്കാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ 12:01 മുതൽ എനിക്ക് തുടങ്ങാൻ പോകുന്ന ഒരു ജീവിതമുണ്ട്. അല്ലെങ്കിൽ രാവിലെ 6 മണിക്കാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ 6:01 മുതൽ ഒരു പുതിയ ജീവിതം എനിക്ക് തുടങ്ങാൻ പോകുന്നുണ്ട്. ആ ജീവിതത്തിന് അവസാനമില്ല. ആ ജീവിതത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഇതൊരു തമാശയായ കാര്യമല്ല. ഇത് നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക, നമ്മുടെ കുടുംബത്തെയും ഭാര്യമാരെയും ഇതിലൂടെ വളർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുക. ഈ ഒരു സംസാരം കഴിഞ്ഞ്, ഈ ഒരു സംഗമം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും സ്വീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ചിന്തിക്കുന്ന, അത്തരത്തിൽ ആലോചിക്കുന്ന നല്ല ഒരു കുടുംബമായി, നല്ല ഒരു കുടുംബനാഥനായി, നല്ല ഒരു ഉപ്പയായി, നല്ല ഒരു ഉമ്മയായി, നല്ല ഒരു കുടുംബമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മാറ്റുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് നീ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെയും നമ്മയും നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്.
അള്ളാഹുവെ നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സന്താനത്തെയും സ്വാലിഹായ മക്കളാക്കി സ്വാലിഹായ സന്താനമാക്കി നീ അവരെ വളർത്തണേ അല്ലാഹ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, ഒരു മുസ്ലിമായി മരിക്കാൻ, ഒരു യഥാർത്ഥ മുവഹിദായി മരിക്കാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചു മരിക്കാൻ ഉള്ള സൗഭാഗ്യം നമുക്കും നമ്മുടെ കുടുംബത്തിനും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم رب ارحمهما كما ربيانا صغارا اللهم رب ارحمهما كما ربيانا صغارا اللهم رب ارحمهما كما ربيانا صغارا ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا وحبيبنا محمد وعلى آله وصحبه وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته.